നമസ്കാരം. ബയോഡൈവേഴ്സിറ്റി ആൻഡ് കൺസർവേഷൻ സെക്കൻഡ് ഇയറിലെ ലാസ്റ്റ് ചാപ്റ്ററിലെ ലാസ്റ്റ് ക്ലാസ് 5th പാർട്ടാണ്. തൊട്ട് മുമ്പുള്ള പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് വാട്ട് ആർ ദ കോസസ് ഓഫ് ലോസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി. ഫോക്കസ് ഏരിയയിൽ എംഫസൈസ് ചെയ്ത് പറയുന്നത് അതിലെ 4 കാര്യങ്ങൾ, പോപ്പുലർലി നോൺ ആസ് ഈവിൾ ക്വാർട്ടറ്റ്. അപ്പോൾ അത് വൃത്തിയായിട്ട് പഠിച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അടുത്തത് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഫോക്കസ് ഏരിയ പറയുന്ന ബയോഡൈവേഴ്സിറ്റിയുടെ കൺസർവേഷനെ പറ്റിയാണ്. അതായത് ബയോഡൈവേഴ്സിറ്റി എങ്ങനെയാണ് നമ്മൾ സംരക്ഷിക്കുന്നത്, കൺസർവേഷൻ ഓഫ് ബയോഡൈവേഴ്സിറ്റി. ബയോഡൈവേഴ്സിറ്റി നമുക്കറിയാം, ഇറ്റ് ഈസ് വെരി വൈറ്റൽ, വളരെ പ്രധാനമാണ്. ഒരു ഇക്കോസിസ്റ്റത്തെ സംബന്ധിച്ച് ജൈവ വൈവിധ്യം വളരെ പ്രധാനമാണെന്ന് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു. എന്തിനാ? ഫോർ ദ വെരി സർവൈവൽ ഓഫ് ദ മാൻകൈൻഡ്. മനുഷ്യരാശിയുടെ നിലനിൽപ്പിന് വളരെ പ്രധാനപ്പെട്ടതാണ് ജൈവ വൈവിധ്യം. The rapid loss of biodiversity is an important international problem. ഈ ജൈവ വൈവിധ്യം നഷ്ടമാകുന്നത് ഒരു രാജ്യത്തിന്റെയോ സംസ്ഥാനത്തിന്റെയോ മാത്രം പ്രശ്നമല്ല. ഇറ്റ് ഈസ് ആൻ ഇന്റർനാഷണൽ പ്രോബ്ലം. പൊല്യൂഷൻ പോലെ തന്നെ നമ്മൾ ശ്രദ്ധയൂന്നേണ്ട ഒരു കാര്യമാണ് ജൈവ വൈവിധ്യം നഷ്ടപ്പെടാതെ നോക്കുക എന്നുള്ളത്. The most effective and efficient mechanism for conserving biodiversity is to prevent further destruction or degradation of habitats by us. നമുക്കറിയാം, ഓൾറെഡി ബയോഡൈവേഴ്സിറ്റി കുറേയൊക്കെ നഷ്ടമായിട്ടുണ്ട്. ഇപ്പോൾ പണ്ടത്തെ ഈ രാജാക്കന്മാരുടെ വേട്ടയാടൽ, അതൊന്നും നമ്മൾ നേരത്തെ പറഞ്ഞിട്ടില്ലെങ്കിലും ആ വേട്ടയാടൽ മൂലം ഒരുപാട് മൃഗങ്ങൾ ഇല്ലാണ്ടായിട്ടുണ്ട്. അതിനൊരു എക്സാമ്പിളും കൂടിയാണ് ഇന്ത്യൻ ചീറ്റ. അറിയാമല്ലോ, നമ്മൾ കഥകളിലും അതുപോലെ തന്നെ ചില മൂവീസിലൊക്കെ പഴയ സിനിമയിലൊക്കെ കാണുന്നത് പോലെ രാജാക്കന്മാരുടെ ഒരു വിനോദമാണ് വേട്ടയാടൽ. ചില പഴയ വീടുകൾ ഇടുക്കിയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ചില വീടിന്റെ അല്ലെങ്കിൽ ആ കുടുംബത്തിന്റെ ആഢ്യത്വം കാണിക്കുന്ന വേണ്ടി ഈ കാട്ടുപോത്തിന്റെ തല വെട്ടിവെച്ചിരിക്കുന്നത് കാണാം. അത് സ്റ്റഫ് ചെയ്ത വെച്ചിരിക്കുന്നത്. അപ്പൊ അതൊക്കെ വേട്ടയാടി കൊന്നതാണ്. അന്ന് അതൊന്നും ഒരു ക്രൈം അല്ലായിരുന്നു. കാരണം പിന്നീടാണ് ഇതിന്റെ സംരക്ഷണത്തെ പറ്റിയൊക്കെ ഗവൺമെന്റും ജനങ്ങളെ ബോധവാന്മാരാക്കാൻ ശ്രമിക്കുകയും വന്യജീവി സംരക്ഷണ നിയമം കൊണ്ടുവരികയും ചെയ്തു. അതുകൊണ്ട് അത്തരം വസ്തുക്കൾ പ്രദർശിപ്പിക്കുന്നത് പോലും ഇപ്പൊ കുറ്റകരമാണ്. അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, നഷ്ടപ്പെട്ടത് നഷ്ടപ്പെട്ടു, ഇനി ഉള്ള ബയോഡൈവേഴ്സിറ്റി എങ്കിലും ജൈവ വൈവിധ്യമെങ്കിലും നഷ്ടപ്പെടാതെ നമ്മൾ സൂക്ഷിക്കുക. അതിന് അവരുടെ ഹാബിറ്റാറ്റ്, അവരുടെ ആവാസം നഷ്ടപ്പെടാതെ സൂക്ഷിക്കുക എന്നുള്ളതാണ്. ഓക്കെ, വൈ ഷുഡ് വി കൺസേർവ് ബയോഡൈവേഴ്സിറ്റി? അപ്പോൾ ഒരു ചോദ്യം സ്വാഭാവികമായിട്ടും വരാം, എന്തിനാണ് നമ്മൾ ബയോഡൈവേഴ്സിറ്റി, ജൈവ വൈവിധ്യം കൺസേർവ് ചെയ്യുന്നത്, സൂക്ഷിച്ചു വെക്കുന്നത്? അപ്പം ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞിരിക്കുകയാണ്, അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞാൽ വാട്ട് ആർ ദ യൂസസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി? ജൈവ വൈവിധ്യം ഇങ്ങനെ നിലനിൽക്കുന്നത് കൊണ്ട് നമുക്ക് എന്തൊക്കെ പ്രയോജനങ്ങളുണ്ട്? ദർ ആർ മെനി റീസൺസ് ടു എക്സ്പ്ലെയിൻ ദ നെസസിറ്റി ഓഫ് കൺസർവേഷൻ ഓഫ് ബയോഡൈവേഴ്സിറ്റി. ജൈവ വൈവിധ്യം ഇതുപോലെ നിലനിൽക്കേണ്ടതിന്റെ ആവശ്യകത ഒരുപാടുണ്ട്. എങ്കിലും നമ്മൾ അത് 3 കാറ്റഗറി ആയിട്ടാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒന്ന് നാരോലി യൂട്ടിലിറ്റേറിയൻ റീസൺ, 2 ബ്രോഡ്ലി യൂട്ടിലിറ്റേറിയൻ റീസൺ, ആൻഡ് 3rd വൺ എത്തിക്കൽ റീസൺ. നാരോലി യൂട്ടിലിറ്റേറിയൻ റീസൺ ആണ് ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നാരോലി യൂട്ടിലിറ്റേറിയൻ റീസൺ എന്ന് പറഞ്ഞാൽ വളരെ ക്ലിയർ ആയിട്ട് ഒരാൾക്ക് പറഞ്ഞാൽ മനസ്സിലാകാവുന്ന, ഡയറക്റ്റ് ആയിട്ട് ഒരു സാധാരണക്കാരന് പറഞ്ഞു കൊടുത്താലും മനസ്സിലാവുന്ന യൂസസ് ആണ് നാരോലി യൂട്ടിലിറ്റേറിയൻ. ജൈവ വൈവിധ്യം നമുക്ക് ആഹാരം നൽകുന്നു. ഈ നമ്മൾ കഴിക്കുന്ന അരിയാണെങ്കിലും മറ്റ് ധാന്യങ്ങളാണേലും പയറുവർഗ്ഗങ്ങളാണേലും മുട്ട, മീന്, മാംസം എന്താണെങ്കിലും ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മുടെ ജൈവ വൈവിധ്യം ഉള്ളത് കൊണ്ടാണ്, അല്ലെ? അപ്പൊ അതാണ് നാരോലി യൂട്ടിലിറ്റേറിയൻ. ഒന്ന് ഫുഡാണ്. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട്, ഹ്യൂമൻസ് ഡിറൈവ് കൗണ്ട്ലെസ് ഡയറക്റ്റ് എക്കണോമിക് ബെനിഫിറ്റ്സ് ഫ്രം നേച്ചർ. നമുക്ക് നേരിട്ട് ഒരുപാട് എക്കണോമിക് ആയിട്ടുള്ള ബെനിഫിറ്റ്സ്, സാമ്പത്തിക നേട്ടങ്ങൾ ജൈവ വൈവിധ്യം നമുക്ക് നൽകിയിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമാണ് ഫുഡ്. എക്സാമ്പിൾ സിറിയൽ ധാന്യങ്ങൾ, പൾസസ് പയറുവർഗ്ഗങ്ങൾ, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, മിൽക്ക്, ഫിഷ്, എഗ്, മീറ്റ് എക്സെട്ര. അതുപോലെ ഫയർവുഡ്, അതായത് കത്തിക്കാൻ വേണ്ടി നമ്മൾ തടിയെടുക്കുന്നു. വേണ്ട, കരിയില കത്തിക്കാൻ എടുത്താലും അല്ലെങ്കിൽ ഓല ഉണങ്ങിയതെടുത്താലും അതൊക്കെ ജൈവ വൈവിധ്യത്തിന്റെ കോൺട്രിബ്യൂഷൻ ആയിട്ട് പറയാം. ഫൈബേഴ്സ് എന്ന് പറയുമ്പം നമ്മളുടെ നാരുകൾ, പലതരത്തിലുള്ള സിന്തറ്റിക് നാരുകളല്ല ഉദ്ദേശിച്ചിരിക്കുന്നത്, നാച്ചുറൽ ആയിട്ടുള്ള കോട്ടൺ, അതുപോലെ വൂൾ, സിൽക്ക്, അതെല്ലാം. അതുപോലെ
കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ്, തടി അറിയാമല്ലോ, പണ്ടൊക്കെ വീടുകൾ നിർമ്മിക്കാൻ ഏറ്റവും കൂടുതൽ തടിയാണ് ഉപയോഗിച്ചിരുന്നത്. പിന്നെ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ട്സ്, ടാനിൻ, ഡൈസ്, ലൂബ്രിക്കൻസ്, റെസിൻസ്, പെർഫ്യൂംസ്, ഇതെല്ലാം ജൈവ വൈവിധ്യം നമുക്ക് തരുന്നതാണ്. മനസ്സിലായല്ലോ. ആൻഡ് പ്രൊഡക്ട്സ് ഓഫ് മെഡിക്കൽ ഇമ്പോർട്ടൻസ്, അതായത് ഈ പല മെഡിസിൻസും നമുക്ക് ബയോഡൈവേഴ്സിറ്റി വഴി കിട്ടുന്നുണ്ട്. ഇതാ പറഞ്ഞിരിക്കുന്നത്, മോർ ദാൻ 25% ഓഫ് ദ ഡ്രഗ്സ് കറന്റ്ലി സോൾഡ് ഇൻ ദ മാർക്കറ്റ് വേൾഡ് വൈഡ് ആർ ഡിറൈവ്ഡ് ഫ്രം പ്ലാന്റ്സ്. ലോകത്ത് വിൽക്കപ്പെടുന്ന 25% ഡ്രഗ്സും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ലോകത്ത് പല ഭാഗങ്ങളിൽ നിന്നുള്ള സസ്യങ്ങളിൽ നിന്നാണ്. അതുപോലെ about 25,000 species of plants contribute to the traditional medicines used by native peoples all over the world. എന്ന് പറയുമ്പം നമ്മുടെ ആയുർവേദം ഉൾപ്പെടെ ഓരോ രാജ്യത്ത് ചെല്ലുമ്പോൾ ആ രാജ്യത്തിന്റെ തനതായ ചില ചികിത്സാ രീതികൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന നാടൻ മരുന്നുകൾ, നമ്മൾ പച്ചില മരുന്നുകൾ എന്നൊക്കെ പറയുന്ന പോലെ, അല്ലെങ്കിൽ ആയുർവേദ മരുന്നുകൾ എന്നൊക്കെ പറയുന്നത് പോലെ പല കാര്യങ്ങളും ഈ 25,000 സ്പീഷീസ് പ്ലാന്റ്സിന്റെ കോൺട്രിബ്യൂഷൻ ആണ്. Many more plants of medicinal value are waiting to be explored. മെഡിസിനൽ വാല്യൂ ഉള്ള ഒരുപാട് പ്ലാന്റ്സ്. ഈ ചാപ്റ്ററിൽ തന്നെ തുടക്കം നമ്മൾ പറഞ്ഞു, റിസർപൈൻ, റോൾഫിയ വൊമിറ്റോറിയ എന്ന് പറയുന്ന, നമ്മുടെ നാട്ടിൽ റോൾഫിയ സർപ്പന്റൈന അറിയാമല്ലോ, സർപ്പഗന്ധി, അതിൽ നിന്ന് കിട്ടുന്ന റിസർപൈൻ, അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡ്രഗായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഹൈപ്പർ ടെൻഷന് വേണ്ടി യൂസ് ചെയ്യാം, ചില മാനസിക പ്രശ്നങ്ങൾക്ക് വരെ അത് ഉപയോഗിക്കാൻ പറ്റുമെന്നാണ് പറയപ്പെടുന്നത്. ഇനി ആ ഒരു ടോപ്പിക് നാരോലി യൂട്ടിലിറ്റേറിയൻ എന്ന് പറയുമ്പോൾ ഓർമ്മയുണ്ടല്ലോ, ഓർത്താൽ മതി. ബയോഡൈവേഴ്സിറ്റി ആസ് ഫുഡ്, കൺസ്ട്രക്ഷൻ മെറ്റീരിയൽ, ഫയർവുഡ് അറിയാമല്ലോ, വേരിയസ് ടൈപ്സ് ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ട്സ്, ഡ്രഗ്സ്, മെഡിസിൻ എക്സെട്ര, അതാണ് നാരോലി യൂട്ടിലിറ്റേറിയൻ. ഇനി അതുമായി ബന്ധപ്പെട്ട ഒരു ടെക്നിക്കൽ ടേം വന്നിട്ടുണ്ട്, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്, ബയോപ്രോസ്പെക്ടിങ്, എക്സ്പ്ലോറിംഗ് molecular, genetic and species level diversity for products of economic importance is called bioprospecting. For example, നമ്മുടെ വേപ്പ് നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന വേപ്പ്, അതിൽ നിന്ന് പല ഔഷധ ഗുണങ്ങളും തിരിച്ചറിഞ്ഞ് പണ്ട് തൊട്ടേ നമ്മുടെ പഴമക്കാർ ഇത് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ ബോട്ടണിയിൽ പഠിക്കേണ്ട പേറ്റന്റ് ലോസ്. ഈ നമ്മുടെ ജൈവ വൈവിധ്യം പലതും വിദേശ രാജ്യക്കാര് അടിച്ചു മാറ്റിക്കൊണ്ടുപോയി അവരതിന്റെ പേറ്റന്റ് നേടി, അതിൽ നിന്നൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി, അത് ലോകത്തിന് എവിടെയും പ്രൊഡ്യൂസ് ചെയ്യാനുള്ള അധികാരം അവർക്ക് മാത്രമായി. മനസ്സിലായോ? അപ്പം നമ്മൾ ചെയ്യാനുള്ളത്, നമ്മുടെ ചില പ്രൊഡക്ട്സ് അങ്ങനെ പോയിട്ടുണ്ട്. ഇനിയും നമ്മുടെ വെസ്റ്റേൺ ഗട്ട്സിൽ ഈ ഒരു ഫീൽഡിൽ അറിയാവുന്ന ആൾക്കാർ ഇറങ്ങി ചെന്നാൽ, എക്സ്പ്ലോർ ചെയ്താൽ, എങ്ങനെ മോളിക്കുലാർ, ജനറ്റിക് ആൻഡ് സ്പീഷീസ് ലെവൽ ഡൈവേഴ്സിറ്റി ഫോർ പ്രൊഡക്ട്സ് ഓഫ് എക്കണോമിക് ഇമ്പോർട്ടൻസ്. ഓരോ രീതിയിലാണ് ഓരോ ജീവജാലങ്ങൾ നമുക്ക് ഉപകാരപ്പെടുന്നത്. അതിൽ മനുഷ്യർക്ക് ഉപയോഗമുള്ള പ്ലാന്റ് ആണെങ്കിലും അനിമൽ ആണെങ്കിലും അതിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്യുന്ന പ്രൊഡക്റ്റ്, അത് മോളിക്കുലാർ ലെവലിൽ, ജനറ്റിക് ലെവൽ, സ്പീഷീസ് ലെവലിൽ എക്സ്പ്ലോർ ചെയ്യുന്നതിന് പറയുന്ന പേരാണ് ബയോപ്രോസ്പെക്ടിങ്. നമുക്കറിയാം, നമ്മൾ പഠിച്ചതാണ്, ഇന്ത്യയുടെ ടോട്ടൽ ഷെയർ, ലോകത്തിന്റെ ബയോഡൈവേഴ്സിറ്റിയുടെ ഷെയർ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾ ഇനി രക്ഷപ്പെടാൻ പോകുന്നത് ഈ ബയോപ്രോസ്പെക്ടിംഗ് എന്ന് പറയുന്ന കൺസെപ്റ്റിലൂടെയാണ്. ദ നേഷൻസ് വിത്ത് റിച്ച് ബയോഡൈവേഴ്സിറ്റി ക്യാൻ എക്സ്പെക്ട് ടു റീപ് ഇനോമസ് ബെനിഫിറ്റ്. ഒരുപാട് നേട്ടങ്ങൾ കൊയ്യാൻ ഇത്തരം രാജ്യങ്ങൾക്ക് ഇനി സാധ്യമാകുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ നാരോലി യൂട്ടിലിറ്റേറിയൻ, ജസ്റ്റ് ആ ടൈറ്റിൽ ഓർക്കുക, അതിനകത്ത് വരുന്ന പ്രയോജനങ്ങൾ ഓർത്തിരിക്കുക. അടുത്തതാണ് കുഞ്ഞുങ്ങളെ ബ്രോഡ്ലി യൂട്ടിലിറ്റേറിയൻ. Biodiversity plays a major role in many ecosystem services that nature provides. ഡയറക്റ്റ് ആയിട്ട് നമുക്ക് പറഞ്ഞാൽ മനസ്സിലാവാതെ കുറെ കൂടെ ഡീപ്പായിട്ട് ചിന്തിച്ചാൽ മാത്രം മനസ്സിലാവുന്ന കുറെ കാര്യങ്ങളുണ്ട്. അതാണ് നമ്മൾ ഈ ബ്രോഡ്ലി യൂട്ടിലിറ്റേറിയൻ എന്ന ആ ഒരു കൺസെപ്റ്റിൽ വിശദമാക്കാൻ പോകുന്നത്. ഇക്കോസിസ്റ്റം നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസസ്, അതാണ് അതിൽ മേജർ സർവീസസ്. ഡെഫിനറ്റ്ലി ദ ഫസ്റ്റ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, ഓക്സിജൻ. Atmospheric oxygen is replenished through photosynthetic activity. ഫോട്ടോസിന്തറ്റിക് ആക്ടിവിറ്റി വഴിയാണ് അറ്റ്മോസ്ഫിയറിൽ ഓക്സിജൻ ലഭ്യമാകുന്നത്. The fast dwindling Amazon forest alone produces 20% of total oxygen. നേരത്തെ ഉള്ള ക്ലാസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. In the atmosphere through photosynthesis and hence known as lungs of the planet. നമ്മൾ പഠിച്ചു 40,000 സ്പീഷീസിൽ പെട്ട സസ്യ
സസ്യങ്ങൾ മാത്രം എവിടെ കാണുന്നുണ്ട്? ഈ ആമസോണിയൻ റെയിൻ ഫോറസ്റ്റിലുണ്ട്. ദ ഫാസ്റ്റ് ഡിൻഡ്ലിംഗ് എന്ന് വെച്ചാൽ പെട്ടെന്ന് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. നമ്മൾ പഠിച്ചതാണ് ആമസോണിയൻ റെയിൻ ഫോറസ്റ്റ്, അതിന്റെ വിസ്തൃതി കുറയാനുള്ള കാരണങ്ങൾ സോയാബീൻ കൾട്ടിവേഷൻ, അതുപോലെ കാറ്റിൽ ഗ്രാസ് വളർത്തുന്നതൊക്കെയാണെന്ന് പറഞ്ഞു. അപ്പൊ ഈ പെട്ടെന്ന് നശിച്ചുകൊണ്ടിരിക്കുന്ന ആമസോണിയൻ റെയിൻ ഫോറസ്റ്റ് മാത്രം ലോകത്തെ ജീവജാലങ്ങൾക്ക് വേണ്ട 20% ഓക്സിജൻ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് ദിസ് ഫോറസ്റ്റ് ഈസ് നോൺ ആസ് ലങ്സ് ഓഫ് ദ പ്ലാനറ്റ്. കേട്ടല്ലോ, എല്ലാം നമ്മൾ ടെക്സ്റ്റിൽ അതേപോലെ ടൈപ്പ് ചെയ്തിട്ടില്ലെങ്കിലും പറയുന്നുണ്ട്. ഇതിന്റെ വില നിങ്ങൾക്ക് മനസ്സിലാവണമെന്നില്ല. മനസ്സിലാവണമെങ്കിൽ അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ ചെന്ന് ഒരു സിലിണ്ടർ ഓക്സിജന്റെ വില തിരക്കാൻ പറയുന്നുണ്ട്. നമ്മുടെ പിള്ളേർ തൊട്ടടുത്തുള്ള താലൂക്ക് ഹോസ്പിറ്റലിൽ പോയി തിരക്കിയിട്ടുണ്ട്. അന്ന് കുറെ വർഷങ്ങൾക്ക് മുമ്പ് അത് 800 റുപ്പീസിന് അടുത്തായിരുന്നു എന്ന് എൻ്റെ ഓർമ്മ. 800 രൂപ കൂട്ട് കേട്ടല്ലോ. 800 രൂപയുടെ ഒരു ഓക്സിജൻ സിലിണ്ടർ വാങ്ങിയാൽ, 800 റുപ്യക്ക് ഓക്സിജൻ സിലിണ്ടർ വാങ്ങിയാൽ അത് ഏകദേശം 8 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് ഒരാൾക്ക് കൊടുക്കാം. ഓക്കെ, അപ്പൊ ഒരാൾക്ക് ഒരു 24 hours ശ്വാസം എടുക്കണം എന്നുണ്ടെങ്കിൽ ഏകദേശം 24/8 3 സിലിണ്ടർ വേണം. 3 സിലിണ്ടറിന്റെ വില 800 × 3 2400 രൂപ. നമ്മുടെ കുടുംബത്തിൽ ഒരു 10 പേരുണ്ടെന്ന് കരുതുക. 2400 × 10 എത്രയായി കുഞ്ഞുങ്ങളെ? 24,000 രൂപ ഒരു ദിവസം 10 പേരുള്ള കുടുംബത്തിലേക്ക് ശ്വസിക്കാൻ വേണ്ടത്. ഇപ്പോൾ 5 പേരാണെങ്കിൽ 12,000 റുപ്പീസ് ആയ 12,000 രൂപ വേണം ഒരു വർഷം. ഒരു മാസത്തെ ഒന്ന് കൂട്ടിക്ക്. ഒരു ദിവസം 12,000 ഒരു സാധാരണക്കാരന് അഫോർഡബിൾ ആണോ? ഒരിക്കലുമല്ല. ഒരു ദിവസം 12,000, ഒരു മാസത്തേക്ക് 5 പേരുള്ള ഒരു കുടുംബം ശ്വസിക്കാൻ വേണ്ട ചെലവ് 3,60,000 രൂപ. എത്ര പേർക്ക് ഇവിടെ ശ്വസിക്കാൻ പറ്റും? നമ്മൾ പറയും അംബാനി അദാനി പോലുള്ളവരൊക്കെ ശ്വസിക്കും, ബാക്കിയുള്ളവർ മരിക്കുന്നു. അതും മണ്ടത്തരമാണ്. ഈ ഓക്സിജൻ സിലിണ്ടർ ഉണ്ടാക്കേണ്ട പ്ലാന്റിലുള്ളവന് ഇത് അഫോർഡബിൾ അല്ല. കുറെ നാൾ കഴിയുമ്പോൾ അവരും മരിക്കും. അപ്പൊ പിന്നെന്ത് പറ്റും? ഈ ഓക്സിജൻ ഉണ്ടാക്കാൻ അംബാനി അടക്കേണ്ടി വരും കേട്ടല്ലോ. അപ്പൊ അതൊന്നും പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ മരങ്ങളില്ലേ, നമ്മളില്ല. നമ്മൾ ചോദിക്കും കാടെന്തിനാ അല്ലേ? അപ്പം തീർച്ചയായിട്ടും ഒരു മരം മുറിച്ചു മാറ്റേണ്ടി വന്നാൽ, ചിലപ്പോൾ നമ്മൾ തടിക്ക് വേണ്ടി ആഞ്ഞിലിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മുറിച്ചാൽ ആ സ്ഥാനത്ത് ഒരു 2-3 മരങ്ങൾ നട്ടുപിടിപ്പിക്കും കേട്ടല്ലോ. നമ്മുടെ സ്കൂളിൽ മിയാവാക്കി ഫോറസ്റ്റ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് തന്നെ നമ്മുടെ അംബികാദേവി ടീച്ചർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, ഓർമ്മയുണ്ടായിരിക്കും. അപ്പൊ അത് പെട്ടെന്ന് തന്നെ തിക്കായിട്ടുള്ള ഫോറസ്റ്റ്, ആ രീതിയിൽ ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് വീടിന് ചുറ്റും കാട് പോലെ ആക്കുക കേട്ടല്ലോ. അപ്പം ആ വീഴുന്ന കരിയിലേക്ക് അവിടെ കിടക്കണം, കത്തിക്കരുത്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഏതൊരു ക്ലാസ്സിൽ. കാരണം അതിനിടയിൽ നിന്ന് പലതരം ചെലന്തികള്, പല്ലികള്, പഴുതാര, തേള്, ഇതൊക്കെ അവർക്കൊരു നാച്ചുറൽ ആയിട്ടുള്ള ഹാബിറ്റാറ്റ്. അത് നമ്മൾ കയ്യേറരുത്. ദേ ആർ ഓൾസോ എസെൻഷ്യൽ പാർട്ട് ഓഫ് ഇക്കോസിസ്റ്റം ഈവൻ ദോ ദേ ആർ പോയിസണസ് കേട്ടല്ലോ. അവര് നമ്മൾ അങ്ങോട്ട് എന്നാലേ കടിക്കത്തുള്ളൂ. ഈ പഴുതാരൊക്കെ ചുമ്മാ ഒന്ന് കടിക്കണമെന്നൊന്നുമില്ല. നമ്മൾ അതേപോലെ കയറി അതിനകത്ത് എന്തെങ്കിലും കാണിച്ചാലേ കടി കിട്ടത്തുള്ളൂ. അല്ലേ നമ്മൾ അറിയാതെ കുറെ നേരം അതിന്റെ പുറത്ത് ചവിട്ടി പിടിച്ചാലൊക്കെ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഈ ഓക്സിജൻ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് പോലെ ഏറ്റവും നല്ലൊരു സർവീസ് വേറെ ഒന്നുമില്ല. അതുപോലെ അടുത്തൊരു പോയിന്റ് ആണ് കുഞ്ഞുങ്ങളെ പോളിനേഷൻ, പരാഗണം. Pollination is an ecosystem service through different pollinators like bee, bumblebee, butterfly, moths, birds, bats, etc. അത് ഞാൻ പറയേണ്ട കാര്യമില്ല. അനിമോഫിലി, സൂഫിലി, പല ടൈപ്പ്, എൻഡമോഫിലി, മെർമക്കോഫിലി, കൈറോപ്റ്ററോഫിലി പഠിച്ചതാണ്. പോളിനേറ്റിംഗ് ഏജൻസ്. നമുക്ക് നമ്മുടെ ചുറ്റുമുള്ള ചെടികൾ, നമ്മുടെ അയ്യത്തുള്ള ചെടികളിനകത്തുള്ള പൂക്കൾ നമ്മൾ വിചാരിച്ച പോളിനേഷൻ നടത്താൻ പറ്റുമോ മക്കളെ? അപ്പൊ പിന്നെ വെസ്റ്റേൺ ഗട്ട്സിനകത്തൊക്കെ കാട്ടിലുള്ള എത്രയോ പുഷ്പിക്കുന്ന ചെടികൾ, അതിനകത്തൊക്കെ നമ്മൾ എഫേർട്ട് എടുത്തു കഴിഞ്ഞാൽ പോളിനേഷൻ നടത്താൻ പറ്റില്ല. നമ്മൾ പറയാണ് ഈ ബീയും ബട്ടർഫ്ലൈയും ഒന്നും പോളിനേഷൻ നടത്തണ്ട, മനുഷ്യർ നടത്തിക്കോളാം. നമുക്ക് പിന്നെ അതിനെ സമയം കിട്ടത്തുള്ളൂ. അത് പൂർണ്ണമായ തോതിൽ നമുക്ക് പോളിനേഷൻ നടത്താനും പറ്റില്ല. അപ്പൊ അതാണ് ബയോഡൈവേഴ്സിറ്റിയുടെ അടുത്തൊരു സിഗ്നിഫിക്കൻസ് പറയുന്നുണ്ട്. വിത്തൗട്ട് പോളിനേഷൻ ദ പ്ലാന്റ്സ് കനോട്ട് ഗിവ് us ഫ്രൂട്ട്സ് ആൻഡ് സീഡ്സ്. പോളിനേഷൻ നടന്നില്ലെങ്കിൽ ഈ ചെടികൾക്ക് ഫ്രൂട്ട്സും സീഡ്സും തരാൻ പറ്റില്ല. ഇഫ് ഹ്യൂമൻസ് were to be engaged in pollination, കണ്ടോ, മനുഷ്യരെ പോളിനേഷനിൽ എൻഗേജ്ഡ് ആക്കിയാൽ ദ കോസ്റ്റ് വുഡ് ബി $117 ബില്യൺ. അതിന് വരുന്ന ചെലവ്
ഏകദേശം $117 ബില്യൺ ആയിരിക്കും. ഹെലികോപ്റ്ററിലൊക്കെ പോയി കാട്ടിൽ ഇറങ്ങാൻ പറ്റാത്തടത്ത് കയറിനകത്തൊക്കെ തൂങ്ങിക്കിടന്ന ഒരു മരത്തിലെ 2 പൂക്കളെ തമ്മിൽ പോളിനേഷൻ നടത്തുക എത്ര പൈസ ഉണ്ടെങ്കിലും പോസിബിൾ അല്ലാത്ത കാര്യമാണ്. അപ്പം മറക്കല്ലേ, നാരോലി യൂട്ടിലിറ്റേറിയൻ എന്ന് പറയുമ്പോൾ ഡയറക്റ്റ് ആയിട്ട് ബയോഡൈവേഴ്സിറ്റി കൊണ്ടുള്ള എക്കണോമിക് ബെനിഫിറ്റ് ലൈക്ക് ഫുഡ്, ഡ്രഗ്, മെഡിസിൻ, ഇൻഡസ്ട്രിയൽ പ്രൊഡക്റ്റ്, ഫയർവുഡ്, ടിമ്പർ, കൺസ്ട്രക്ഷൻ മെറ്റീരിയൽ എക്സെട്ര. അവിടെ ബയോ പ്രോസ്പെക്റ്റിംഗ് ഇമ്പോർട്ടൻറ്റ്. ബ്രോഡ്ലി യൂട്ടിലിറ്റേറിയൻ എന്ന് പറയുമ്പോൾ ജൈവ വൈവിധ്യം കൊണ്ട് നമുക്ക് നേരിട്ട് ഡയറക്റ്റ് ആയിട്ടുള്ള എക്കണോമിക് ബെനിഫിറ്റ് അല്ലാതെയുള്ള ഇക്കോസിസ്റ്റം സർവീസ് ആണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ജൈവ വൈവിധ്യം നമുക്ക് ഓക്സിജൻ തരുന്നു, ഈ പോളിനേഷന് സഹായിക്കുന്നു. അതുപോലെ അടുത്തതാണ് ഇൻടാഞ്ചിബിൾ ബെനിഫിറ്റ്സ്. നമുക്ക് തൊട്ടറിയാൻ പറ്റാത്ത ഒരുപാട് നേട്ടങ്ങൾ ബയോഡൈവേഴ്സിറ്റി കൊണ്ടുണ്ട്. ബയോഡൈവേഴ്സിറ്റി ഓൾസോ ഗിവ് us ഫൺ ആൻഡ് റിക്രിയേഷൻ. കണ്ടോ, ദ ഇമ്പോർട്ടന്റ് എസ്തെറ്റിക് പ്ലഷേഴ്സ് ബൈ ബയോഡൈവേഴ്സിറ്റി ആർ വാക്കിംഗ് ത്രൂ തിക് വുഡ്സ്. നമ്മൾ ഹൈവേ കൂടെ മോർണിംഗ് വാക്കിന് ഇറങ്ങുന്നു, പിന്നെ ഒരു കാവുള്ള സ്ഥലത്തൂടെ അല്ലെങ്കിൽ ഒരു കാടിന്റെ ഒരു സൈഡ് പോസ്റ്റിലൂടെ നടക്കുന്നു, പല പല കിളികളുടെയൊക്കെ സൗണ്ട് കേട്ടിട്ട് അല്ലെ. റെയിൽവേ സ്റ്റേഷന്റെ തൊട്ടടുത്ത് കിടക്കുന്ന സാറിന് എന്നും ട്രെയിനിന്റെ സൗണ്ട് കേട്ട് എണീക്കുന്നതാണോ, ഒരു കാവിന്റെ അടുത്തുള്ള ആള് ഈ കിളികളുടെയൊക്കെ സൗണ്ട് കേട്ട് എണീക്കുന്നതാണോ നമ്മളുടെ ലൈഫിൽ പ്ലസന്റ് ആയിട്ടുള്ള കാര്യം എന്ന് ചിന്തിച്ചാൽ മതി. ഇങ്ങനെ തൊട്ടറിയാൻ പറ്റാത്ത ഒരുപാട് നേട്ടങ്ങൾ ബയോഡൈവേഴ്സിറ്റി കൊണ്ടുണ്ട്. ഉണ്ടോ, വാച്ചിങ് സ്പ്രിംഗ് ഫ്ലവേഴ്സ് ഇൻ ഫുൾ ബ്ലൂം. ഉണ്ടോ, നമ്മള് മൂന്നാറിന്ന് വീണ്ടും പോകുമ്പോൾ അല്ലെ മൂന്നാറിലേക്ക് വന്നുകൊണ്ടിരിക്കുമ്പോൾ ആ നീലക്കുറിഞ്ഞെ പറ്റി എഴുതിയിട്ടുണ്ട്, വൺസ് ഇൻ എ ഫുൾ മൂൺ ബട്ട് ഇറ്റ് ബ്ലൂംസ് എന്ന് പറഞ്ഞിട്ട്. അതായത് നല്ല പൂർണ്ണ നിലാവുള്ളപ്പോൾ ഇങ്ങനെ ചെറിയ ആ ഒരു ബ്ലൂ കളറിൽ രാത്രി നല്ല രീതിയിൽ ഇതൊക്കെ കാണാൻ പറ്റും. അത് തരുന്ന കുളിർമ, ആ കാഴ്ച തരുന്ന ഒരു സന്തോഷം വേറെ ഒന്നിനും തരാൻ പറ്റില്ല. കുറെ പ്ലാസ്റ്റിക് പൂക്കൾ കൊണ്ടുവന്നാലും പറ്റുമോ? ഇല്ല. വാലി ഓഫ് ഫ്ലവേഴ്സ് എന്ന് പറഞ്ഞൊരു നാഷണൽ പാർക്ക് തന്നെ ഉണ്ട് മറ്റേ ഉത്തരാഞ്ചലിൽ. അപ്പം അവിടെയൊക്കെ ചെന്ന് കഴിഞ്ഞാൽ പറയുന്ന കേൾക്കാം, ഒരു വാലി, ഒരു താഴ്വര, ചിലപ്പം മൊത്തം മഞ്ഞ പട്ട് വിരിച്ചേക്കുന്ന പോലെ മഞ്ഞ നിറത്തി കാണാം. കാരണം എന്താ, അവിടെ ഒരു പുല്ലിനകത്ത് മഞ്ഞപ്പൂക്കൾ മാത്രം പിടിക്കുന്നു. ഒരു സ്ഥലത്ത് എന്നാൽ പിങ്ക് കാർപ്പറ്റ് ഇട്ടേക്കുന്ന പോലെ പിങ്ക് ഫ്ലവേഴ്സ് മാത്രമുള്ള സ്ഥലം. ആ കിട്ടുന്ന ഒരു കാഴ്ച നമുക്ക് തരുന്ന സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. സോ ഇറ്റ് ഈസ് കൺസിഡർഡ് ആസ് ഇൻടാഞ്ചിബിൾ ബെനിഫിറ്റ്. കണ്ടോ, വേക്കിംഗ് അപ് ടു എ ബുൾബുൾ സോങ് ഇൻ ദ മോർണിംഗ്. കണ്ടോ, രാവിലെ ഒരു കിളിനാദം കേട്ട് നമ്മൾ ഉണരുന്നത്. നമ്മൾ മിക്കവാറും കേൾക്കുന്ന അപ്പുറത്തെ പട്ടിയുടെ ഓരിയിടലായിരിക്കും, അല്ലെങ്കിൽ അയലത്തെ ഏതെങ്കിലും ഒരുത്തം നല്ല പച്ചത്തെറി വിളിച്ചിട്ടായിരിക്കും നമ്മൾ രാവിലെ ഈ ദിവസം പോയി എന്ന് പറഞ്ഞായിരിക്കും നീക്കേണ്ടി വരിക. അപ്പം ഇതൊക്കെയാണ് മക്കളെ ഇൻടാഞ്ചിബിൾ ബെനിഫിറ്റ്സ്. അപ്പം 3ആയിട്ട് കാറ്റഗറൈസ് ചെയ്തു. ആദ്യം നാരോലി യൂട്ടിലിറ്റേറിയൻ, ദെൻ ബ്രോഡ്ലി യൂട്ടിലിറ്റേറിയൻ, ദെൻ എത്തിക്കൽ റീസൺ. അതിൽ നാരോലി നമ്മൾ പറഞ്ഞു, ബ്രോഡ്ലി യൂട്ടിലിറ്റേറിയൻ 3 ഇക്കോസിസ്റ്റം സർവീസസ്, ഓക്സിജൻ, പോളിനേഷൻ ആൻഡ് ഇൻടാഞ്ചിബിൾ ബെനിഫിറ്റ്സ്. ഓക്കെ, ഇനി എത്തിക്കൽ റീസൺ. അത് അധികം പറയേണ്ട കാര്യമില്ല. ഇത് ഭൂമിയുടെ അവകാശികൾ എന്ന ആ ഒരു ബുക്കിനകത്ത് വലിയ ഈ ടെക്നോളജിക്കലി ഭയങ്കര അറിവൊന്നും ഇല്ലാത്ത നമ്മുടെ വൈക്കം മുഹമ്മദ് ബഷീർ സാർ പറഞ്ഞിട്ടുണ്ട്, ഓർമ്മയുണ്ടോ? ഈ ലോകത്ത് പല്ലിക്കും പാറ്റയ്ക്കും പാമ്പിനും പഴുതാരയ്ക്കും എല്ലാവർക്കും അവരുടേതായ ഒരു സ്പേസ് ഉണ്ട്. നമുക്ക് മാത്രമല്ല ജീവിക്കാനുള്ള അവകാശം. അതാ ഭൂമിയുടെ അവകാശികൾ. വെദർ ഇറ്റ് ഈസ് യൂസ്ഫുൾ ഓർ ഹാംഫുൾ, ഈച്ച് ആൻഡ് എവറി ഓർഗാനിസം ആസ് എ സ്പേസ് ഇൻ ദിസ് യൂണിവേഴ്സ്. ഈ പ്രപഞ്ചത്തിൽ എല്ലാവർക്കും അവരുടേതായ ഒരു സ്പേസ് ഉണ്ട്. ഇതന്നെയാണ് നിങ്ങളോടും പറയാനുള്ളത്. നമുക്ക് പലപ്പോഴും നമ്മൾ ഇൻഫീരിയർ ആണെന്ന് തോന്നുന്നയാൾ അത് ചുമ്മാതാണ്. കാര്യം എന്താ, നമ്മുടെ ഒരു സ്പേസ് ഉണ്ട്. അത് ചിലപ്പോൾ നമ്മൾ ആ നിൽക്കുന്ന ഒരു സ്ഥലത്താവണമെന്നില്ല. നമ്മുടെ സ്കില്ല് വേറെ ഏതെങ്കിലും ഒരു ഫീൽഡിലായിരിക്കും. അത് ഏതാണെന്ന് തിരിച്ചറിഞ്ഞ് നമ്മൾ ആ ഒരു അറ്റ്മോസ്ഫിയറിൽ നമ്മൾ ഉൾക്കൊള്ളാൻ നിൽക്കുക. അല്ല നമ്മളിവിടെ എന്താ പറയാ, നന്നായിട്ട് വരയ്ക്കാൻ അറിയാവുന്ന ഒരാള് കേട്ടല്ലോ, അവന്റെ സ്കില്ല് മനസ്സിലാക്കി ആ ചിത്രകാരന്മാരുടെ കൂട്ടത്തിലാകുമ്പോൾ അവനൊരു സ്പേസ് ഉണ്ട്. അവൻ ചെന്നിട്ട് എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിന് ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അത്ര എഫക്റ്റീവ് ആവണമെന്നില്ല. മൾട്ടിപ്പിൾ സ്കില്ലുള്ള ആൾക്കാരുണ്ട്. അപ്പൊ ഇന്ന് പറഞ്ഞതുപോലെ എല്ലാ ജീവജാലങ്ങൾക്കും അത് ഉപയോഗമുണ്ടോ ഉപദ്രവമുണ്ടോ എന്നുള്ളതല്ല, അവർക്ക് ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള ഒരു സ്പേസ് ഉണ്ട്. അതാ പറയുന്നത്, വി ഷെയർ ദിസ് പ്ലാനറ്റ് വിത്ത് മില്യൺസ് ഓഫ് പ്ലാന്റ്സ്, ആനിമൽസ് ആൻഡ് മൈക്രോബിയൽ സ്പീഷീസ്. ഉണ്ടോ, ഫിലോസഫിക്കലി ഓർ സ്പിരിച്വലി എവറി സ്പീഷീസ് ആസ് ആൻ ഇൻട്രിൻസിക് വാല്യൂ.
എല്ലാ ജീവജാലങ്ങൾക്കും ഒരു ആന്തരിക മൂല്യമുണ്ട്. ഈവൻ ഇഫ് ഇറ്റ് മേ നോട്ട് ബി എനി എക്കണോമിക് വാല്യൂ ടു അസ്. നമുക്ക് പ്രത്യേകിച്ച് എക്കണോമിക് വാല്യൂ ഇല്ലെങ്കിൽ പോലും എല്ലാ ജീവജാലങ്ങൾക്കും ഒരു ഇൻട്രിൻസിക് വാല്യൂ ഉണ്ട്. Therefore, it is our moral responsibility to take good care of all living organisms on earth and pass the biological legacy to future generation in good order. അതാ ഞാൻ പറഞ്ഞില്ലേ, നീലക്കുറിഞ്ഞിയുടെ ആ ടാഗ് ലൈൻ WWFന്റെ ബോർഡ് ഉണ്ട്. നോട്ട് ഫോർ യു ഓൺലി ബട്ട് ഫോർ ദ ജനറേഷൻ നെക്സ്റ്റ്. ഇത് നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല. ഇപ്പം നിങ്ങളിപ്പോ മാങ്ങ കഴിക്കുന്നുണ്ട് വീട്ടിലെ മാവിനകത്തുനിന്ന്. അത് നിങ്ങളോ ചിലപ്പോൾ നിങ്ങളുടെ അച്ഛനോ വെച്ചതായിരിക്കത്തില്ല, നിങ്ങളുടെ അപ്പൂപ്പൻ വെച്ചതായിരിക്കും. അപ്പൂപ്പൻ അന്ന് അത് വെക്കുമ്പോ എന്താ കരുതിയേക്കുന്നത്? യെസ്, അപ്പൂപ്പന് വാരിക്കോരി തിന്നാനെന്നല്ല, എന്റെ മക്കൾക്ക് അല്ലെങ്കിൽ പേരമക്കൾക്ക്. ഇപ്പൊ നമ്മൾ വെക്കുമ്പോഴും അങ്ങനെ. ഇപ്പൊ നമുക്ക് തിന്നാൻ പറ്റിയെന്ന് വരത്തില്ല, അടുത്ത ജനറേഷന് നന്നായിട്ട് ഭക്ഷിക്കാം. അങ്ങനെ പല തലമുറകളുള്ള ആൾക്കാർ ഇതേപോലെ ചിന്തിച്ചു. their moral responsibility to take good care of all living organisms. അവർ മരങ്ങൾ വെട്ടാതെ സൂക്ഷിച്ചത് കൊണ്ടാണ് ഇന്ന് നമ്മൾ കുറെയൊക്കെ സർവേ ചെയ്ത് പോണത്. എല്ലാം നശിക്കപ്പെട്ടിരുന്നെങ്കിൽ നമുക്കിവിടെ നിലനിൽപ്പില്ലായിരുന്നേനെ. അപ്പൊ അടുത്ത ജനറേഷനിലേക്ക് ഈ ഒരു ജൈവ വൈവിധ്യം കൈമാറുക എന്നുള്ളത് നമ്മുടെ മോറൽ റെസ്പോൺസിബിലിറ്റി ആയിട്ട് എടുക്കുക. അതാണ് എത്തിക്കൽ റീസൺ, ധാർമ്മികമായ കാരണം. അപ്പോൾ 3 കൺസെപ്റ്റ് ആണ്. നാരോലി യൂട്ടിലിറ്റേറിയൻ, ഡയറക്റ്റ് എക്കണോമിക് ബെനിഫിറ്റ് ആണ് പറഞ്ഞത്. ഫുഡ് എക്സാമ്പിൾ ആയിട്ട് സിറിയൽസ്, പൾസസ്, ഫ്രൂട്ട്സ്, വെജിറ്റബിൾ, മിൽക്ക്, എഗ്, മീറ്റ്, ഫിഷ് എക്സെട്ര. പിന്നെ ഡ്രഗ് പറഞ്ഞു, മെഡിസിൻ പറഞ്ഞു, പിന്നെ ടിമ്പർ പറഞ്ഞു, കൺസ്ട്രക്ഷൻ മെറ്റീരിയൽ, ഇൻഡസ്ട്രിയൽ പ്രൊഡക്റ്റ് പറഞ്ഞു, റെസിൻ, ടാനിങ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ ഫയർവുഡ് പറഞ്ഞു, അതൊക്കെ നാരോലി യൂട്ടിലിറ്റേറിയൻ. പിന്നെ ബയോ പ്രോസ്പെക്ടിങ് പറഞ്ഞു, എക്സ്പ്ലോറിംഗ് ജനറ്റിക്, മോളിക്കുലർ ആൻഡ് സ്പീഷീസ് ലെവൽ ഓഫ് ഓർഗാനിസം വിത്ത് എക്കണോമിക് ബെനിഫിറ്റ്. ഓക്കെ, പിന്നെ പറഞ്ഞു ബ്രോഡ്ലി യൂട്ടിലിറ്റേറിയൻ. ബ്രോഡ്ലി യൂട്ടിലിറ്റേറിയൻ എന്ന് പറയുമ്പോൾ ഇക്കോസിസ്റ്റം സർവീസസ്, എക്സാമ്പിൾ ഓക്സിജൻ, പോളിനേഷൻ, പിന്നെ ഇതാ എത്തിക്കൽ ഓക്സിജൻ, പോളിനേഷൻ ആൻഡ് ഇൻടാഞ്ചിബിൾ ബെനിഫിറ്റ്. തേർഡ് വൺ ഈസ് എത്തിക്കൽ റീസൺ. ഓക്കെ, അപ്പം എന്തിനാ നമ്മൾ ഇത് കൺസേർവ് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങൾ കഴിഞ്ഞു. അടുത്ത നമുക്ക് അറിയാനുള്ളത് ഹൗ ഡു വി കൺസേർവ് ബയോഡൈവേഴ്സിറ്റി. അപ്പൊ ഇത് നമ്മൾ സംരക്ഷിച്ചേ പറ്റൂ. ഇനി നമ്മൾ എങ്ങനെയാണ് ഇത് സംരക്ഷിക്കാൻ പോകുന്നത്? ഇപ്പൊ 2 കൺസെപ്റ്റ് ആണ്. അതിനു മുമ്പ് അതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ പറയാം. ദ സയന്റിഫിക് മാനേജ്മെന്റ് ആൻഡ് പ്രിസർവേഷൻ ഓഫ് ബയോഡൈവേഴ്സിറ്റി. ശാസ്ത്രീയമായ രീതിയിൽ നമ്മൾ ജൈവ വൈവിധ്യത്തെ കൈകാര്യം ചെയ്യുകയും പ്രിസർവ് ചെയ്യുക, സംരക്ഷിക്കുകയും ചെയ്യുന്നതിന് പറയുന്ന പേരാണ് കൺസർവേഷൻ ഓഫ് ബയോഡൈവേഴ്സിറ്റി. ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ എന്ന് പറയുമ്പോൾ കൺസർവേഷൻ ഓഫ് ബയോഡൈവേഴ്സിറ്റി ത്രൂ സയന്റിഫിക് മാനേജ്മെന്റ് ആൻഡ് പ്രിസർവേഷൻ, അതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. There are 2 basic strategies of biodiversity conservation. 2 രീതിയിലാണ് ഇത് കൺസേർവ് ചെയ്യുന്നത്. ഒന്ന് ഇൻസിറ്റു, ഓൺ സൈറ്റ് കൺസർവേഷൻ, ആൻഡ് എക്സിറ്റു, ഓഫ് സൈറ്റ് കൺസർവേഷൻ. അപ്പൊ ഇത് 6 വീതം ഞാൻ തരുന്നുണ്ട്. അതിൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യങ്ങൾ മാത്രം നിങ്ങൾ പഠിക്കുക. അപ്പൊ 6 എന്ന് പറയുന്നത് ഇൻസിറ്റു കൺസർവേഷൻ എന്ന് പറഞ്ഞാൽ ഈ ജൈവ വൈവിധ്യം എവിടെയാണുള്ളത് അവയെ അവിടെ തന്നെ സംരക്ഷിക്കുന്നതിന് പറയുന്ന പേരാണ് ഇൻസിറ്റു കൺസർവേഷൻ. 6 ഏതൊക്കെ? 1 നമ്മുടെ ഹോട്ട്സ്പോട്ട്സ് ഓഫ് ബയോഡൈവേഴ്സിറ്റി, 2 ബയോസ്ഫിയർ റിസർവ്, പഠിച്ചോണപ്പം തന്നെ, 3 നാഷണൽ പാർക്ക്, 4 വൈൽഡ് ലൈഫ് സാങ്ച്വറി, 5 സാക്രഡ് ഗ്രൂവ്സ്, 6 സാക്രഡ് വാട്ടർ ബോഡീസ്. ഇനി എക്സിറ്റു കൺസർവേഷൻ, ഇവരെവിടെയാണോ ഉള്ളത് അവരവിടെ നിന്ന് പുറത്തെവിടെയെങ്കിലും കൊണ്ടുവന്ന് നമ്മൾ കൃത്രിമമായിട്ട് സംരക്ഷിക്കുക. അത് നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചതാണ്. സൂ ഓർ സുവോളജിക്കൽ പാർക്ക്, ദെൻ ബൊട്ടാണിക്കൽ ഗാർഡൻ, സഫാരി പാർക്ക്. സഫാരി പാർക്ക് പലരും ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെച്ച് കീച്ചും, അത് എക്സിറ്റു കൺസർവേഷൻ ആണ്. അതേപോലെ ക്രയോ പ്രിസർവേഷൻ, പിന്നെ ടിഷ്യൂ കൾച്ചർ, ദെൻ ജീൻ ബാങ്ക് ഓർ സീഡ് ബാങ്ക്. 6 ഇൻസിറ്റു, 6 എക്സിറ്റു. ആദ്യം ഇത് പഠിക്കുക. ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ വരാം. വിച്ച് ഓഫ് ദ ഫോളോയിങ്, ക്വസ്റ്റ്യന്റെ പാറ്റേൺ കണ്ടല്ലോ. 7 ക്വസ്റ്റ്യൻ 1 മാർക്കിന് ഉണ്ടാവും. 2 മാർക്കിന് 19 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. 19 into 2 അറിയാമല്ലോ, 38 പ്ലസ് 7 എത്ര? 45. പിന്നെ 3 മാർക്കിന്റെ 5 ചോദ്യങ്ങൾ.
അതായത് 5 × 3 15, 45, 15, 60 മാർക്ക്. 60 മാർക്കിൽ ഇഷ്ടമുള്ള 30 മാർക്ക് എത്ര വേണമെങ്കിലും എഴുതിക്കും. 30 മാർക്കിന് ഉള്ളത് മസ്റ്റായിട്ട് കാണണം. അതിനധികം എഴുതി എന്ത് കിട്ടിയാലും മാർക്കാണ്. ഓക്കെ, ടീച്ചേഴ്സ് പേപ്പറും ഒക്കെ ഇച്ചിരി വെള്ളം കുടിക്കുമെങ്കിലും കുഴപ്പമില്ല, സന്തോഷമുള്ളൂ ഈ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു പാറ്റേണിൽ പരീക്ഷ നടക്കുന്നതിൽ. അപ്പൊ ഇൻസിറ്റു കൺസർവേഷൻ പിന്നെ HC2 നോക്കാം. ഇൻസിറ്റു കൺസർവേഷൻ സ്ട്രാറ്റജി, ദ പ്രൊട്ടക്ഷൻ ഓഫ് ബയോഡൈവേഴ്സിറ്റി ഇൻ ദർ നാച്ചുറൽ ഹാബിറ്റാറ്റ്. പറഞ്ഞല്ലോ, ഇവരെവിടെയാണോ ഉള്ളത് അവരവിടെ തന്നെ കൺസേർവ് ചെയ്യാം. ത്രൂ ദ പ്രൊട്ടക്ഷൻ ഓഫ് ഇക്കോസിസ്റ്റം ഈസ് കോൾഡ് ഇൻസിറ്റു കൺസർവേഷൻ. ഇതാ ദീസ് ഹാബിറ്റാറ്റ്സ് ആർ ഓൾസോ നോൺ ആസ് പ്രൊട്ടക്റ്റഡ് ഏരിയാസ്. ഇത്തരം സ്ഥലങ്ങളെ നമ്മൾ പ്രൊട്ടക്റ്റഡ് ഏരിയാസ് എന്ന് വിളിക്കും. അക്കോർഡിംഗ് ടു ഇന്റർനാഷണൽ നോംസ് 10% ഓഫ് ലാൻഡ് ഏരിയ ഷുഡ് ബി പ്രൊട്ടക്റ്റഡ്. നമ്മുടെ ഭൂമിയുടെ 10% ഏരിയയെങ്കിലും ഈ പറയുന്ന ഏതെങ്കിലും 6 രീതിയിൽ പ്രൊട്ടക്ട് ചെയ്യപ്പെട്ടിരിക്കണം എന്നാണ്. ബട്ട് ഇൻ ഇന്ത്യ കണ്ടോ, അൺഫോർച്ചുനേറ്റ്ലി ദ പ്രൊട്ടക്റ്റഡ് ഏരിയാസ് കോൺസ്റ്റിറ്റ്യൂട്ട് ഓൺലി 4.7% ഓഫ് ലാൻഡ് ഏരിയ. ഇന്റർനാഷണൽ നോം അനുസരിച്ച് 10% ലാൻഡ് ഏരിയ പ്രൊട്ടക്റ്റഡ് ഏരിയയിൽ വരണം. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഇന്ത്യയിൽ ഇത് 4.7% ആണ്. കാര്യം എന്താ ഒന്ന് പറയാൻ പറ്റുമോ? പെരിയാർ വൈൽഡ് ലൈഫ് സാങ്ച്വറി കുറച്ചങ്ങോട്ട് വണ്ടിപ്പെരിയാർ വരെ നീട്ടിയെടുക്കുന്നു. ആൾക്കാർ സമരം തുടങ്ങും. കാര്യം എന്താ? പ്രൊട്ടക്റ്റഡ് ഏരിയ ആകുമ്പോൾ നമുക്ക് വീട് വെക്കാനൊന്നും പറ്റൂല, കൃഷി ചെയ്യാൻ പറ്റൂല. പറ്റുന്ന സ്ഥലമുണ്ട്, മിക്കവാറും ഉള്ളത് ഹൈലി പ്രൊട്ടക്റ്റഡ് ആണെങ്കിൽ ഇതൊന്നും നടക്കൂല. അപ്പൊ അവിടുന്ന് ആൾക്കാരെ മാറ്റേണ്ടി വരും. കേരളം പോലെയുള്ള ഒരു ജനസാന്ദ്രത കൂടിയ സംസ്ഥാനത്ത് അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പൊ ഇന്ത്യയും പോപ്പുലേഷൻ ഡെൻസിറ്റി സ്വതവേ കൂടുതലാണ്. അപ്പോൾ പ്രശ്നം അതുകൊണ്ട് തന്നെ ഈ പ്രൊട്ടക്റ്റഡ് ഏരിയ ഇന്ത്യയിൽ 4.7% മാത്രം. There are 6 kinds of protected area. കണ്ടോ, biodiversity hotspots or hotspots of biodiversity, biosphere reserve, national park, wildlife sanctuaries, sacred groves and sacred lakes or sacred water bodies. ഓക്കെ, 6 ഓർമ്മ വേണം കേട്ടല്ലോ, പ്രത്യേകത നോട്ട് ചെയ്തോണം. അതിൽ ആദ്യത്തത് hotspots of biodiversity. Hotspots are the richest and the most threatened reservoirs of animal and plant life on earth. നമ്മൾ ആദ്യം കരുതും ഹോട്ട്സ്പോട്ട്സ് ആർ റിച്ചസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു രാജ്യത്ത് ഹോട്ട്സ്പോട്ട് ഉള്ളത് നല്ലതാണെന്ന് കരുതും. പക്ഷെ എന്താ പ്രശ്നം? റിച്ചസ്റ്റ് ആൻഡ് ദ മോസ്റ്റ് ത്രെട്ടൻഡ് റിസർവോയേഴ്സ് ഓഫ് ആനിമൽ ആൻഡ് പ്ലാന്റ് ലൈഫ് ഓൺ എർത്ത്. ഭൂമിയിൽ സസ്യങ്ങളും ജന്തുക്കളും വളരെ റിച്ച് ആയിട്ടുള്ളതും പക്ഷെ അവരേറ്റവും കൂടുതൽ വംശനാശ ഭീഷണി നേരിടുകയും ചെയ്യുന്ന സ്ഥലങ്ങളെയാണ് ഹോട്ട്സ്പോട്ട് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഹോട്ട്സ്പോട്ട്സ് ആക്കാനുള്ള ക്രൈറ്റീരിയ ശരിക്കും 2 ഒന്ന്, നമ്പർ ഓഫ് എൻഡമിക് സ്പീഷീസ്. എൻഡമിക് സ്പീഷീസ് എന്താന്ന് താഴെ പറയുന്നുണ്ട്. അതേപോലെ ഡിഗ്രി ഓഫ് ത്രെറ്റ്, മറക്കല്ലേ, എത്രമാത്രം സ്പീഷീസ് ആണ് എൻഡമിക് ആയിട്ട് ഈ ഏരിയയിലുള്ളത്. പിന്നെ അവര് നേരിടുന്ന ഭീഷണിയുടെ ആഴം എത്രമാത്രമുണ്ട്. ഈ 2 കാര്യങ്ങൾ കണക്കാക്കിയിട്ടാണ് മക്കളെ NCERT-യിൽ ഇപ്പൊ ഇല്ല, പക്ഷെ പഴയ NCERT-യിൽ ഉണ്ടായിരുന്നു. നോർമൻ മേയേഴ്സ് എന്ന സയന്റിസ്റ്റ് ആണ് 1988 ഈ ഒരു കൺസെപ്റ്റ് കൊണ്ടുവന്നത്. അതായത് ഏറ്റവും റിച്ചസ്റ്റ് ബട്ട് മോസ്റ്റ് ത്രെട്ടൻഡ്, 2 ചേർത്ത് പറയാം. ഹോട്ട്സ്പോട്ട്സ് ആർ richest and most threatened reservoirs of plant and animals on earth. This concept was proposed by or developed by Norman Mayers in 1988. अब ആരൊക്കെ സയന്റിസ്റ്റിന്റെ പേര് ചാപ്റ്റർ പഠിച്ചു തീരാൻ പോവല്ലോ, ഒന്ന് ഓർക്കാം. ആരൊക്കെ? ഒന്ന്, എഡ്വേർഡ് വിൽസൺ, a sociobiologist, popularized the term biodiversity. Total species diversity 7 million എന്ന് പറഞ്ഞത് റോബർട്ട് മേ. സ്പീഷീസ് ഏരിയ റിലേഷൻഷിപ്പ് പ്രപ്പോസ്ഡ് ബൈ അലക്സാണ്ടർ വോൺ അംബോൾട്ട്. അതുപോലെ ലോങ് ടേം ഇക്കോസിസ്റ്റം എക്സ്പെരിമെന്റ് ആരാ? ഡേവിഡ് ടിൽമാൻ. ഫോക്കസ് ഏരിയ എടുത്ത് പറയുന്നുണ്ട്. റിവറ്റ് പോപ്പർ ഹൈപ്പോത്തസിസ് ആരാ? പോൾ എൽറിച്ച്. പറയുന്നില്ലെങ്കിൽ ടെക്സ്റ്റിനകത്ത് ഇല്ലെങ്കിൽ പോലും ഓർത്തിരിക്കുക. ഹോട്ട്സ്പോട്ട്സ് ഓഫ് ബയോഡൈവേഴ്സിറ്റി കൺസെപ്റ്റ് പ്രപ്പോസ്ഡ് ബൈ നോർമൻ മേയേഴ്സ്. അപ്പം 1988 ലോകത്ത് 25 ടെറസ്ട്രിയൽ ഹോട്ട്സ്പോട്ട്സ് ആണ് ഉണ്ടായിരുന്നത്. മനസ്സിലായല്ലോ? അപ്പം ദ നമ്പർ ഓഫ് എൻഡമിക് സ്പീഷീസ് ആൻഡ് ഡിഗ്രി ഓഫ് ത്രെറ്റ് ടു എൻഡമിക് സ്പീഷീസ് ആർ ദ കീ ക്രൈറ്റീരിയ ഓഫ് ഡിറ്റർമിനിങ് ഹോട്ട്സ്പോട്ട്. നമ്മൾ പറഞ്ഞു കാര്യങ്ങൾ ഉണ്ടോ. ഇനീഷ്യലി 25 biodiversity hotspots have been identified worldwide,
which covers about 1.4% of total earth area. ഉണ്ടോ? ആദ്യം 1988 അദ്ദേഹം ഡെവലപ്പ് ചെയ്തപ്പോൾ 25 ഹോട്ട്സ്പോട്ട്സ് ആണ് ലോകത്തുണ്ടായിരുന്നത്. അതിൽ 2 ഇന്ത്യയിലായിരുന്നു. ഉണ്ടോ? നല്ല കാര്യമല്ല. 25 2 നമ്മുടെ നാട്ടിലാണ് ഉണ്ടായിരുന്നത്. പക്ഷെ 25 ഹോട്ട്സ്പോട്ട് എടുത്തെങ്കിലും ലോകത്തെ ലാൻഡ് സർഫസിന്റെ 1.4% ആണ് അവർ കവർ ചെയ്തത്. പിന്നീട് ഒരു 9 ഹോട്ട്സ്പോട്ട്സും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യപ്പെട്ടു. ഉണ്ടോ? Later 9 more hotspots have been added to the list, bringing the total number of biodiversity hotspots in the world to 34. മറക്കണ്ട, 25 ആയിരുന്ന സമയത്ത് ഇന്ത്യയിൽ 2, 34 ആയിരുന്ന സമയത്ത് ഇന്ത്യയിൽ എത്ര ഹോട്ട്സ്പോട്ട്സ് ഉണ്ട്? 3. ആ 3 സ്ഥിരം ചോദ്യമാണ്. Among the 34 hotspots of the world, 3 are found in India and these extend to neighboring countries also. അറിയാമല്ലോ, പലപ്പോഴും നമ്മൾ വരയ്ക്കുമ്പോൾ ശരിക്ക് ഇപ്പൊ ഇന്ത്യയുടെ ഈ ഒരു ടിപ്പ് കന്യാകുമാരി പോകുമ്പോൾ കാണാൻ നാർഗോവിലൊക്കെ ഇതേപോലെ വെസ്റ്റേൺ ഗട്ട്സ് ഇങ്ങനെ കിടക്കുന്നു. മനസ്സിലായോ? ഈ ഒരു ടിപ്പ് വരെ. അപ്പം നമ്മുടെ ഭാഗത്ത് നിന്ന് തെറിച്ചുപോയ ആളായിട്ടാണ് ശ്രീലങ്ക പറയുന്നത് കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റിന്റെ ഫലമായി. അതിന്റെ ബെസ്റ്റ് എക്സാമ്പിൾ ഈ ഒരു വെസ്റ്റേൺ ഗട്ട്സിൽ കാണപ്പെടുന്ന അതേപോലുള്ള മൗണ്ടൈൻ റേഞ്ച് ഇങ്ങോട്ട് ശ്രീലങ്കയിലും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ വെസ്റ്റേൺ ഗട്ട്സ് ആൻഡ് ശ്രീലങ്ക അത് ഒറ്റ ഹോട്ട്സ്പോട്ട് ആയിട്ടാണ് നമ്മൾ പറയുന്നത്. കണ്ടോ? വെസ്റ്റേൺ ഗട്ട്സ് ആൻഡ് ശ്രീലങ്ക ഇന്ത്യയിൽ നിന്ന് കണ്ടിന്യൂഷൻ ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അതേപോലെ ഈസ്റ്റേൺ ഹിമാലയാസ് എന്ന് പറയുമ്പോൾ ടിബറ്റിന്റെ ചൈനയുടെ ഭാഗം ഉൾപ്പെടെ വരുന്നുണ്ട് കേട്ടല്ലോ. ആൻഡ് ഇൻഡോ ബർമ ബോർഡർ, ഇന്ത്യയുടെ ബർമയുടെ ബോർഡർ. അപ്പൊ ആദ്യത്തെ 2 ഹോട്ട്സ്പോട്ട് പറഞ്ഞതിൽ ഇവർ 2 പേരും ഉള്ളത് ഏതാ? വെസ്റ്റേൺ ഗട്ട്സ് ആൻഡ് ഈസ്റ്റേൺ ഹിമാലയാസ്. ഈ 9 കൂടെ ആഡ് ചെയ്യപ്പെട്ടപ്പോൾ അതൊന്ന് ഇന്ത്യയുമായി ബന്ധപ്പെട്ട് വന്ന ഏതാ? ഇൻഡോ ബർമ ബോർഡർ. ക്ലിയർ ആണ്? നിങ്ങൾ ഓർക്കേണ്ട കാര്യങ്ങൾ എന്താണ്? ഹോട്ട്സ്പോട്ട്സ് ഓഫ് ബയോഡൈവേഴ്സിറ്റി. റിച്ചസ്റ്റ് ബട്ട് മോസ്റ്റ് ത്രെട്ടൻഡ്. ഓക്കെ, നോർമൻ മേയേഴ്സ് ആണ് ഈ കൺസെപ്റ്റ് കൊണ്ടുവന്നത്. 1988 25 ഹോട്ട്സ്പോട്ട്സ് ലോകത്തിൽ, ഇന്ത്യയിൽ 2 കേട്ടല്ലോ. പിന്നീട് എന്താ, അത് എത്ര ആയിട്ട് ഉയർന്നു? 9 കൂടെ ആഡ് ചെയ്തു, 34 ലോകത്ത്, അതിൽ 3 ഇന്ത്യയിൽ. ചോദ്യം വരാവുന്നത് വിച്ച് ആർ ദ ടെറസ്ട്രിയൽ ഹോട്ട്സ്പോട്ട്സ് ഇൻ ഇന്ത്യ? അപ്പൊ വെസ്റ്റേൺ ഗട്ട്സ് ആൻഡ് ശ്രീലങ്ക, ഈസ്റ്റേൺ ഹിമാലയാസ് ആൻഡ് ഇൻഡോ ബർമ ബോർഡർ. ക്ലിയർ ആണ്? സംശയം ഉണ്ടോ? പിന്നെ എൻഡമിക് സ്പീഷീസ് എന്താന്ന് പറയുന്നുണ്ട്. കണ്ടോ? ദീസ് ഹോട്ട്സ്പോട്ട്സ് ആർ റിച്ച് ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ്, റെപ്റ്റൈൽ, ആംഫീബിയസ്, swallow-tailed butterflies and some mammals. Even though hotspots cover less than 2% of total Earth's land area, they accommodate an extremely high number of species. കണ്ടോ? ലോകത്തെ ലാൻഡ് ഏരിയയുടെ 2%, ആദ്യം 1.4% ആയിരുന്നു. 34 ഹോട്ട്സ്പോട്ട് എടുത്തപ്പോൾ അത് എത്ര പെർസെന്റേജ് ആയി? ടോട്ടൽ ലാൻഡ് ഏരിയയുടെ 2% കവർ ചെയ്തു. പക്ഷേ they accommodate an extremely high number of species. ജൈവ വൈവിധ്യത്തിന്റെ ഒരു വലിയ പങ്കും എവിടെ കാണപ്പെടുന്നത്? ഈ പറയുന്ന ഹോട്ട്സ്പോട്ട്സിലാണുള്ളത്. ഇഫ് ദേ ആർ പ്രോപ്പർലി കൺസേർവ്ഡ്, ദേ കുഡ് റെഡ്യൂസ് ദ ഓൺഗോയിങ് മാസ് എക്സ്റ്റൻഷൻ ബൈ ഓൾമോസ്റ്റ് 30%. ഏകദേശം നമ്മൾ ഈ 2% ലാൻഡ് ഏരിയ മാത്രം കൺസേർവ് ചെയ്താൽ പോലും ജീവജാലങ്ങൾ മാസമായിട്ട് എക്സ്റ്റിങ്ക്ട് ആവുന്നതിൽ ഒരു 30% നമുക്ക് കട്ട് ഡൗൺ ചെയ്യാൻ പറ്റും. ക്ലിയർ ആണ്? ഇത്രയും കാര്യങ്ങളാണ് കുഞ്ഞുങ്ങളെ മെയിൻ ആയിട്ട് അറിയാനുള്ളത്. എൻഡമിക് സ്പീഷീസ് എന്താണെന്ന് ഞാൻ പറഞ്ഞു. സ്പീഷീസ് ദാറ്റ് ആർ ഫൗണ്ട് only in that particular locality and not found anywhere else. endemic species ഇവിടെയൊക്കെ വരുന്നുണ്ട്, പറഞ്ഞാൽ ഞാൻ ഓൾറെഡി. കണ്ടാ? എന്താ എൻഡമിക് സ്പീഷീസ്? ഒരു പർട്ടിക്കുലർ സ്പീഷീസ് ഒരു ഏരിയയിൽ മാത്രം കൺഫൈൻഡ് ആയാൽ വേറെ എവിടെയും കാണപ്പെടുന്നില്ലെങ്കിൽ അതിനെ നമുക്ക് എൻഡമിക് സ്പീഷീസ് എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ സൈലന്റ് വാലി, അവിടെ ഉള്ളതാണ് മക്കാക്ക സൈലൻസസ്, സിംഹവാലൻ കുരങ്ങ്. അപ്പൊ അത് അവിടുത്തെ നേറ്റീവ് ആണ്, അവിടെ മാത്രമേ ഉള്ളൂ എൻഡമിക് ടു. അപ്പം lion-tailed macaque or Macaca silensis is endemic to Silent Valley. അതേപോലെ നീൽഗിരി ടാർ endemic to Western Ghats. അങ്ങനെ ഓരോന്നും നമുക്ക് പറയാം. കാൻഗറു is endemic to Australia. അപ്പം അതാണ് എൻഡമിസം കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഒരു പർട്ടിക്കുലർ സ്പീഷീസ് ഒരു പ്രത്യേക ലൊക്കാലിറ്റിയിൽ അല്ലാതെ വേറെ എവിടെയും കാണുന്നില്ലെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് endemic species, and that phenomenon is called, അവർ ആ ഒരു ഭാഗത്ത് മാത്രമേ കാണപ്പെടൂ എന്നുള്ള ഫിനോമിനന് പറയുന്ന പേരാണ്
എൻഡമിസം NCERT നല്ല കറുപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. അടുത്തത് മക്കളെ ബയോസ്ഫിയർ റിസർവ്. ദീസ് ആർ സ്പെഷ്യൽ കാറ്റഗറി ഓഫ് ലീഗലി പ്രൊട്ടക്റ്റഡ് ഏരിയാസ് ഓഫ് ലാൻഡ് ഓർ കോസ്റ്റൽ എൻവയോൺമെന്റ് വേർ പീപ്പിൾ ആർ ദ ഇന്റഗ്രൽ കമ്പോണന്റ്. വേറൊരു രീതി പറഞ്ഞ ശല്യം ഉണ്ടാക്കുന്ന ആളെ നമ്മൾ ലീഡർ ആക്കുന്ന പോലെ ആരാണോ ഇത് കയ്യേറാൻ ശ്രമിക്കുന്നത് അവരെ പറഞ്ഞ അവബോധം ഉണ്ടാക്കി അവരെ കൊണ്ടിത് സംരക്ഷിപ്പിക്കുക. അതായത് കാടിനെ ആദിവാസികളെ ഏൽപ്പിക്കുന്ന പോലെ, കോസ്റ്റൽ റീജിയൻ ഈ ഫിഷർമാനെ ഏൽപ്പിക്കുന്നത് പോലെ. അറിയാമല്ലോ, കാട്ടിൽ കയറി വെച്ച് നമ്മൾ എന്തെങ്കിലും ഒടിക്കുകയോ പറിക്കുകയോ ചെയ്താൽ ആദിവാസികൾ നല്ല വില്ല് വെച്ചിട്ടങ്ങ് വിട്ടുതരും, മൂട്ടിൽ തന്നെ വിട്ടുതരും കേട്ടല്ലോ. അതേപോലെ പങ്കായത്തിനടി കിട്ടും. കോസ്റ്റൽ റീജിയനിൽ ചെന്നിട്ട് നമ്മൾ അവിടുന്ന് മുത്തോ പവിഴോ അല്ലെങ്കിൽ കോറൽ റീഫ് എന്തെങ്കിലും എടുത്തുകൊണ്ട് വന്നു കഴിഞ്ഞാൽ, നമ്മുടെ കോസ്റ്റലിലല്ല കിഴക്കൻ കോസ്റ്റലാണ് കോറൽ റീഫ് റിച്ച് ആയിട്ടുള്ളത്. അപ്പം ഇത് യുനെസ്കോയുടെ മാൻ ആൻഡ് ബയോസ്ഫിയർ പ്രോഗ്രാം കണ്ടോ, മനുഷ്യനെ ബയോസ്ഫിയറുമായി അടുപ്പിക്കുന്ന ഒരു പ്രോഗ്രാം 1975 യുനെസ്കോ കൊണ്ടുവന്നു. ആ പ്രോഗ്രാമുമായി MAB കേട്ടല്ലോ, മാൻ ആൻഡ് ബയോസ്ഫിയർ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ടാണ് ബയോസ്ഫിയർ എന്ന് പറയുന്ന ആ കൺസെപ്റ്റ് ഉണ്ടാവുന്നത്. ഓക്കെ, ആസ് ഓൺ May 2002 there were 408 biosphere reserves located in 94 countries. കണ്ടോ, കണക്കുകൾ NCERT എടുത്ത് പറയുന്നുണ്ട്. 2002 കണക്ക് പ്രകാരം മാത്രം ലോകത്ത് 94 രാജ്യങ്ങളിലായിട്ട് 408 ബയോസ്ഫിയർ റിസർവ് ആണ് കാണപ്പെടുന്നത്. ഇന്ത്യ ഹാസ് 14 ബയോസ്ഫിയർ റിസർവ്. ഇന്ത്യയിൽ 14 ബയോസ്ഫിയർ റിസർവ് ഉണ്ട്. അതിൽ നമ്മുടെ കേരളത്തിലുള്ളതാണ് അഗസ്ത്യമല, മറക്കല്ലേ. ആദ്യത്തെ ബയോസ്ഫിയർ റിസർവ് ചോദിച്ചാൽ നീൽഗിരി, ആദ്യത്തെ ബയോസ്ഫിയർ റിസർവ് ചോദിച്ചാൽ. അതേപോലെ ഗൾഫ് ഓഫ് മന്നാർ, അതായത് ഏക മറൈൻ ബയോസ്ഫിയർ ചോദിച്ചാൽ ഇന്ത്യയിലത് ഗൾഫ് ഓഫ് മന്നാർ, തമിഴ്നാട്ടില് മന്നാർ കടലെടുക്ക് രാമേശ്വരം അവിടെ കാണുന്നത് കേട്ടല്ല. അതേപോലെ പച്മറി, അതുപോലെ ദഹാങ് ദബാങ്, കാഞ്ചൻജംഗ, സുന്ദർബൻസ്, ഇതെല്ലാം ബയോസ്ഫിയർ റിസർവിനകത്ത് വരുന്നതാണ്. അപ്പൊ നിങ്ങൾ മെയിനായിട്ട് ഓർക്കേണ്ട കാര്യം, ഇൻസ്റ്റിറ്റ്യൂ കൺസർവേഷൻ 6 കാര്യങ്ങൾ, ഇതിനകത്ത് വരുന്ന എണ്ണങ്ങൾ ഓർക്കുക. 408 ബയോസ്ഫിയർ റിസർവ് ആണ് ലോകത്ത് മൊത്തം, അതിൽ 14 ഇന്ത്യയിലാണ്. എണ്ണം കൂടിയിട്ടുണ്ട്, റയൺ ഓഫ് കച്ചും കൂടെ ഒക്കെ ആഡ് ചെയ്യപ്പെടുന്നുണ്ട്, 16 പുതിയ എണ്ണം. ഓക്കെ, നിങ്ങൾ ടെക്സ്റ്റിനകത്തുള്ള എണ്ണം നോക്കിയാൽ മതി. നാഷണൽ പാർക്ക്, അത് ഒരിക്കൽ ചോദിച്ചതാണ്. നിങ്ങൾ ടൂർ പോയപ്പോൾ ഒരു ബോർഡ് കണ്ടു ഒരു നാഷണൽ പാർക്കിൽ, വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ്? ഇതാണ് ബോർഡിൽ കൊടുത്തിരിക്കുന്നത്. ഒരു ബോർഡ് ഇങ്ങനെ അടിച്ചു വെച്ചിട്ടുണ്ട്. ഇത് കാണാം, നമ്മളുടെ ചിന്നാറിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് കയറുമ്പോൾ നമ്മളുടെ ഇന്ദിരാഗാന്ധി നാഷണൽ പാർക്ക് എന്ന പഴയ പേര് പാനമല ടൈഗർ റിസർവ് എന്നാക്കിയിട്ടുണ്ട്. ടേക്ക് നത്തിങ് എക്സെപ്റ്റ് മെമ്മറീസ്, ചിലടത്ത് ഫോട്ടോഗ്രാഫ്സ് എന്ന് വെച്ചിട്ടുണ്ട്. അതേപോലെ ലീവ് നത്തിങ് എക്സെപ്റ്റ് ഫുട് പ്രിന്റ്സ്. ഈ ഒരു ബോർഡ് വെച്ചിട്ട് ഒരു നാഷണൽ പാർക്കിലെ പ്രൊട്ടക്ഷൻ സ്ട്രാറ്റജി എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിച്ചു. എന്താ എഴുതിയേക്കുന്നത്? ടേക്ക് നത്തിങ് എക്സെപ്റ്റ് മെമ്മറീസ്. ഓർമ്മകളല്ലാതെ ഒന്നും എടുക്കാൻ പാടില്ല, അല്ലെങ്കിൽ ഫോട്ടോസ് അല്ലാതെ ഒന്നും എടുക്കരുത്. ലീവ് നത്തിങ് എക്സെപ്റ്റ് ഫുട് പ്രിന്റ്സ്. നിങ്ങൾ വന്നു പോയതിന്റെ അടയാളം നിങ്ങളുടെ കാൽപ്പാടുകൾ മാത്രമേ ആകാവൂ. കൊണ്ടുവന്ന ബിസ്ക്കറ്റിന്റെ കവറും വെള്ളക്കുപ്പിയും ഒന്നും അവിടെ ഇടരുത്. പ്ലാസ്റ്റിക് ഫുള്ളി ബാൻഡ്. ഒരു പേപ്പർ പോലും ചുരുട്ടി എറിയാൻ പാടില്ല. എന്നതുപോലെ അവിടെ നിന്ന് ഒരു ഇല പോലും പറിക്കാൻ പാടില്ല. അത്രയ്ക്ക് പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഹൈലി പ്രൊട്ടക്റ്റഡ് ഏരിയാസ് ആണ് വേർ നോ ഹ്യൂമൻ ഇന്ററാക്ഷൻ ഈസ് പെർമിറ്റഡ്. ദാറ്റ് റീജിയൻസ് ആർ കോൾഡ് നാഷണൽ പാർക്ക്. ഒറ്റവാക്കി പറഞ്ഞാൽ ഇയർ ദ എൻറ്റയർ ബയോട്ട ഈസ് പ്രൊട്ടക്റ്റഡ്. ഇവിടെ എന്തൊക്കെയാണോ ജീവജാലങ്ങൾ ഉള്ളത് അതെല്ലാം പ്രൊട്ടക്റ്റഡാ. ജീവജാലങ്ങൾ എന്നല്ല, അതിലെ ഒഴുകുന്ന നദിയിൽ നിന്ന് ഉരുളൻ കല്ലുകൾ പോലും എടുത്ത കേസാണ്. പിന്നെ ബാക്കിയുള്ള കാര്യം പറയണ്ടല്ലോ. അപ്പൊ നാഷണൽ പാർക്ക് എന്താ? ദേ ആർ ഗവൺമെന്റ് മെയിൻറ്റൈൻഡ് ഏരിയാസ് which are reserved for the betterment of wildlife and where activities such as cultivation, grazing, forestry and habitat manipulation are strictly prohibited. ടോക്കി പറഞ്ഞാൽ നോ ഹ്യൂമൻ ആക്ടിവിറ്റി ഈസ് പെർമിറ്റഡ് ഹിയർ. കണ്ടോ? ഇനി ബാക്കിയുള്ളതൊക്കെ ഞാൻ ജസ്റ്റ് എൻട്രൻസ് എന്നുള്ള രീതി തന്നിരിക്കുകയാണ്.
ജസ്റ്റ് ഇതിന്റെ എണ്ണം മാത്രമേ NCERT പറയുന്നുള്ളൂ. എണ്ണം ഞാൻ ലാസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും പഴക്കം കൂടിയ നാഷണൽ പാർക്ക് ചോദിച്ചാൽ അമേരിക്കയിലെ നാഷണൽ പാർക്കാണ്. USA 1872 ഉണ്ടാക്കിയത് യെല്ലോസ്റ്റോൺ നാഷണൽ പാർക്ക്. പിന്നെ രണ്ടാമത് വന്നതാണ് ഏത്? റോയൽ നാഷണൽ പാർക്ക് സിഡ്നി. എവിടെ? ഓസ്ട്രേലിയ ഈസ് ദ സെക്കൻഡ് ഓൾഡസ്റ്റ് വൺ. ഇന്ത്യയിൽ ഇത് കണ്ടോ, 90 നാഷണൽ പാർക്സ് ഓക്യുപ്പൈങ് 1.1% ഓഫ് ജിയോഗ്രഫിക്കൽ ഏരിയ. ഇന്ത്യയുടെ ടോട്ടൽ ലാൻഡ് ഏരിയയുടെ 1.1% ആണ് ഇന്ത്യയിലുള്ള 90 നാഷണൽ പാർക്ക് ഓക്യുപ്പൈ ചെയ്യുന്നത്. പൊന്നോർത്തെ ഹോട്ട്സ്പോട്ട്സ് ഓഫ് ബയോഡൈവേഴ്സിറ്റി ലോകത്ത് 25 ഉള്ളപ്പോൾ ഇന്ത്യയിൽ 2, ലോകത്ത് 34 ആയപ്പോൾ ഇന്ത്യയിൽ 3. ഓക്കെ, ബയോസ്ഫിയർ റിസർവ് ലോകത്ത് 408 ഉള്ളതിൽ 14 ഇന്ത്യയിൽ. നാഷണൽ പാർക്ക് ലോകത്തത് പറയുന്നില്ല, പക്ഷെ 90 നാഷണൽ പാർക്കാണ് ഇന്ത്യയിൽ ഉള്ളത്. ഇനി ഇന്ത്യയിലത് ഫസ്റ്റ് നാഷണൽ പാർക്ക് ഇൻ ഇന്ത്യ ഇസ് ജിം കോർബറ്റ് നാഷണൽ പാർക്ക് ഇൻ UP. ഇപ്പൊ അത് ഉത്തരാഞ്ചലാണ്. അറിയാമല്ലോ, ഒരു മാനിറ്റിംഗ് ലെപ്പേർഡ്സ് അത് എഴുതിയ ആള് ആരാ? ജിം കോർബറ്റ്. അദ്ദേഹത്തിന്റെ പേരിലാണ് ഈ നാഷണൽ പാർക്ക്. ആദ്യം അദ്ദേഹം വേട്ടക്കാരനായിരുന്നാലും പിന്നെ ഈ പുലികളെ സംരക്ഷിക്കാനുള്ള ഒരു വലിയ യജ്ഞത്തിന്റെ പിന്നാലെയായി അദ്ദേഹത്തിന്റെ സ്മരണാർത്ഥമാണ് ജിം കോർബറ്റ് നാഷണൽ പാർക്ക് എന്ന് അതിന് പേര് കൊടുത്തത്. കേരളത്തിലെ ആദ്യത്തെ നാഷണൽ പാർക്ക് അറിയാവുന്നതാണ് ഇരവികുളം നാഷണൽ പാർക്ക്, പ്രൊട്ടക്റ്റഡ് ആനിമൽ നീൽഗിരി ടാർ. രണ്ടാമത്തത് സൈലന്റ് വാലി നാഷണൽ പാർക്ക്, അറിയാമല്ലോ. പിന്നെ 3 വന്നിട്ടുണ്ട് ആനമുടി ചോല നാഷണൽ പാർക്ക്, മതികെട്ടാൻ ചോല, പാമ്പാടും ചോല. ഇതെല്ലാം ഇടുക്കി ജില്ലയിൽ തന്നെയാണ്, ചെറിയ ചെറിയ നാഷണൽ പാർക്കുകളാണ്. ഇനി അടുത്ത കൺസെപ്റ്റ് വൈൽഡ് ലൈഫ് സാങ്ച്വറി. ഇതും പ്രൊട്ടക്റ്റഡ് ഏരിയ, പക്ഷെ നാഷണൽ പാർക്കിന്റെ അത്രയും പ്രശ്നമില്ല. ദ ഏരിയാസ് റിസർവ്ഡ് ഫോർ ദ കൺസർവേഷൻ ഓഫ് വൈൽഡ് ആനിമൽസ് ഓൺലി. വൈൽഡ് ലൈഫിനെ പ്രൊട്ടക്ട് ചെയ്യാൻ, വൈൽഡ് ആനിമൽസിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന സ്ഥലങ്ങളാണ് വൈൽഡ് ലൈഫ് സാങ്ച്വറി. ഓപ്പറേഷൻസ് സച്ച് ആസ് ഹാർവെസ്റ്റിംഗ് ഓഫ് ടിംബർ, കളക്ഷൻ ഓഫ് മൈനർ ഫോറസ്റ്റ് പ്രൊഡക്ട്സ് ആൻഡ് പ്രൈവറ്റ് ഓണർഷിപ്സ് ആർ പെർമിറ്റഡ് ഹിയർ. കണ്ടോ, ആദിവാസികൾ താമസിക്കുന്നുണ്ട്, അവർ ഈ കാട്ടു വിഭവങ്ങൾ എടുക്കാൻ, കാട്ടുനെല്ലിക്ക, കാട്ടുചെറി, കാട്ടുമഞ്ഞള്, പിന്നെ അതേപോലെ തന്നെ പലതരത്തിലുള്ള ഫ്രൂട്ട്സ് ഒക്കെ ഇവർക്ക് പെറുക്കാൻ പെർമിറ്റഡ് ആണ്. അവർക്ക് മൃഗങ്ങളെ വളർത്താം, അവിടെ അതിനെ ഗ്രേസ് ചെയ്യാൻ വിടാം. അവർക്ക് വേണമെങ്കിൽ ചെറിയ പാച്ചസ് ഏരിയ എടുത്തിട്ട് കൾട്ടിവേഷൻ നടത്താം. അപ്പം നാഷണൽ പാർക്കിന്റെ അത്ര കണ്ട് സ്ട്രിക്ട്നെസ് ഇല്ലാത്ത സ്ഥലങ്ങളാണ് ഇത് വൈൽഡ് ലൈഫ് സാങ്ച്വറി. കേരളത്തിലെന്നല്ല, ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ വൈൽഡ് ലൈഫ് സാങ്ച്വറി നമ്മുടെ പെരിയാർ ജംബോ സാങ്ച്വറി എന്ന് അറിയപ്പെടുന്നത്. 999 സ്ക്വയർ കിലോമീറ്റർ ആണ് അതിന്റെ വിസ്തൃതി. കേരളത്തിൽ മാത്രമല്ല, നമ്മളുടെ ഈ തമിഴ്നാട് ഏരിയ, നമ്മുടെ ഇതുണ്ടല്ലോ ഇപ്പം മുല്ലപ്പെരിയാർ ഡാം, ആ ഭാഗമൊക്കെ വരുന്നത് ഈ ഒരു ലൊക്കേഷനിലായിട്ടാണ്. ഓക്കെ, ഇത് കണ്ടോ. ബട്ട് ദേ ഡു നോട്ട് അഫക്ട് ദ ആനിമൽസ് അഡ്വേഴ്സ്ലി. നമ്മുടെ ആക്ടിവിറ്റി പെർമിറ്റഡ് ആണെങ്കിലും അത് അവിടുത്തെ വന്യജീവികളെ അഫക്ട് ചെയ്യാൻ പാടില്ല. ഇന്ത്യയിൽ 448 വൈൽഡ് ലൈഫ് സാങ്ച്വറി, തെറ്റാണ്, ഇതൊക്കെ 500 മുകളിലായിട്ടുണ്ട്. ഓക്യുപ്പൈങ് ഓവർ 3.6% ഓഫ് ജിയോഗ്രഫിക്കൽ ഏരിയ ഇന്ത്യയിൽ. അപ്പൊ 90 നാഷണൽ പാർക്ക്, 448 വൈൽഡ് ലൈഫ് സാങ്ച്വറി, 14 ബയോസ്ഫിയർ റിസർവ്, 3 എന്തുണ്ട് ഹോട്ട്സ്പോട്ട്സ് ഓഫ് ബയോഡൈവേഴ്സിറ്റി. ചുരുക്കി പറഞ്ഞ എണ്ണമെങ്കിലും നിങ്ങൾ പഠിക്കുക, മനസ്സിലായോ? അത്രയെങ്കിലും ഓർത്തിരിക്കുക കാര്യങ്ങൾ. ഓക്കെ, അപ്പം പിന്നെ ഇതിനകത്ത് തന്നെ ബേർഡ് സാങ്ച്വറി ഉണ്ട്. തട്ടേക്കാട് ബേർഡ് സാങ്ച്വറി, കടലുണ്ടി ബേർഡ് സാങ്ച്വറി, കുമരകം ബേർഡ് സാങ്ച്വറി, ഒരുപാട് ബേർഡ് സാങ്ച്വറി വരുന്നുണ്ട്. രംഗംതിട്ടു എവിടെ? കർണാടക, കേളമരു, ആന്ധ്രാപ്രദേശ്, വേടന്തങ്കൽ, ചെന്നൈ, തമിഴ്നാട്, ഭരത്പൂർ, രാജസ്ഥാൻ. ഇതൊക്കെ പ്രധാനപ്പെട്ട ബേർഡ് സാങ്ച്വറീസ് ആയിട്ട് പറയാം. പിന്നെ റീസെന്റ് നമ്മുടെ ഇവിടെ ഒരു ബേർഡ് സാങ്ച്വറി തുടങ്ങിയിട്ടുണ്ട്, പാലക്കാട് തൃശ്ശൂർ ജില്ലയുടെ ബോർഡറിൽ ചൂളന്നൂർ ഉണ്ടോ? ചൂളന്നൂർ ബേർഡ് സാങ്ച്വറി എക്സ്ക്ലൂസീവ്ലി ഫോർ പീ ഫൗൾ. ഇങ്ങനെയാണ് ചൂളന്നൂർ പീ ഫൗൾ സാങ്ച്വറി എന്നാണ് അറിയപ്പെടുന്നത്. എൻട്രൻസിന് ചോദിച്ചിട്ടുണ്ട് ഇതൊക്കെ. സാക്രഡ് ഗ്രോവ്സ്, അതായത് പുണ്യവനങ്ങൾ. നമുക്കറിയാം ശബരിമല, അവിടെ കയറി ആരും വേട്ടയാടത്തില്ല. ചില മൃഗങ്ങൾക്ക് നമ്മളിങ്ങനെ ഒരു സാങ്ക്ടിറ്റി കൊടുത്തിട്ടുണ്ട് അല്ലെ? മുരുകന്റെ വാഹനമാണ് പുലി. പുലിയിറച്ചി ഇപ്പം അടുത്ത് തിന്നവരുണ്ട്, അത് വേറെ കാര്യം. മറ്റേ ആനക്കയം കല്ലാർ റൂട്ടിൽ. അപ്പോൾ അത് പോട്ടെ. പിന്നെ അതേപോലെ ഡിവൈനായിട്ട് നമ്മൾ കരുതുന്നത് ഈ സർപ്പങ്ങൾ കുറെ ആ ഹിന്ദു മിത്തോളജി അനുസരിച്ച് സർപ്പങ്ങളെ പൂജിക്കുന്നവരുണ്ട്. അതുകൊണ്ട് ഒരു സർപ്പത്തിനെ അടിച്ചു കൊല്ലാൻ ആരും അത്ര ധൈര്യം കാണിക്കില്ല, ഇതിന്റെ ശാപം വരുമെന്നൊക്കെ കരുതിയിട്ട് കേട്ടല്ലോ. അതേപോലെ മുരുകന്റെ വാഹനമാണ് മയിൽ.
മയിലിനെ വെട്ടി സൂപ്പാക്കുന്നുണ്ട്, അത് വേറെ കാര്യം, മയിലെണ്ണയൊക്കെ ഉണ്ടാക്കും. പക്ഷെ ഒരു ട്രൂ ഭക്തനാണെങ്കിൽ അവൻ മയിലിനെ തൊടാനൊന്ന് അടക്കും. മനസ്സിലായോ? അതേപോലെ തന്നെ ചില സ്ഥലങ്ങളിൽ എലിയെ ഡിവൈൻ ആയിട്ട് കരുതുന്നുണ്ട് അല്ലെ. അപ്പൊ പറഞ്ഞു വന്നത്, ദ ഫോറസ്റ്റ് പാച്ചസ് പ്രൊട്ടക്റ്റഡ് ബൈ ട്രൈബൽ കമ്മ്യൂണിറ്റി ഡ്യൂ ടു റിലീജിയസ് സാങ്ക്ടിറ്റി ആർ കോൾഡ് സാക്രഡ് ഗ്രൂവ്. ട്രൈബൽ കമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ ട്രൈബലിനകത്ത് വരത്തില്ലെങ്കിലും അത് അങ്ങനെ ഉദ്ദേശിച്ചിരിക്കുന്നത് ആദിവാസികളാണ് ഇങ്ങനെയുള്ള വനമേഖലയൊക്കെ പ്രൊട്ടക്ട് ചെയ്യുന്നത്. ശബരിമലയാണെങ്കിലും, ശബരിമല കഴിഞ്ഞ പിന്നെ ഒരു ക്ഷേത്രമുണ്ട് നമ്മുടെ അച്ചൻകോവിൽ ഫോറസ്റ്റിൽ, അറിയാമല്ലോ, അച്ചൻകോവിൽ ക്ഷേത്രം എന്ന് അറിയപ്പെടുന്നത്. ദേ ആർ യൂഷ്വലി സറൗണ്ടഡ് ബൈ ഹൈലി ഡീഗ്രേഡഡ് ലാൻഡ്സ്കേപ്പ്. ഇതിന് ചുറ്റും പെട്ടെന്ന് ഡീഗ്രേഡ് ചെയ്യുന്ന ലാൻഡ്സ്കേപ്സ് കാണും. പക്ഷെ ആ ഒരു ഏരിയ ആരും കൈവെക്കില്ല. വീടിനടുത്തുള്ള ഒരു കാവാണെങ്കിൽ പോലും നമ്മളത് പൊളിക്കില്ല. അത് ആ ഒരു റിലീജിയസ് സാങ്ക്ടിറ്റി ഉള്ളത് കൊണ്ടാണ്. ഇനി ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, എടുത്ത് NCERT പറയുന്ന കാര്യങ്ങൾ. ഇൻ ഇന്ത്യ ദ സാക്രഡ് ഫോറസ്റ്റ് ആർ ഫൗണ്ട് ഇൻ ഖാസി ആൻഡ് ജൈൻഷ്യ ഹിൽസ് ഇൻ മേഘാലയ. മേഘാലയയിലെ ഖാസി ആൻഡ് ജൈൻഷ്യ ഹിൽസ്. പിന്നെ രാജസ്ഥാനിലെ ആരവല്ലി പർവ്വത നിരകൾ പഠിച്ചിട്ടുണ്ട് നിങ്ങൾ ഇത് ജോഗ്രഫിയിലൊക്കെ. അതേപോലെ വെസ്റ്റേൺ ഗട്ട്സ് റീജിയൻ ഓഫ് കേരള, കർണാടക ആൻഡ് മഹാരാഷ്ട്ര. ശരിക്കും കേരള, തമിഴ്നാടു, കർണാടക, മഹാരാഷ്ട്ര, ഗോവ 5 സംസ്ഥാനങ്ങളിലായിട്ടുള്ളത്. അതേപോലെ സർഗുജ, ചന്ദ ആൻഡ് ബസ്താർ ഏരിയാസ് ഓഫ് മധ്യപ്രദേശ്. മറക്കരുത്, ഈ പേരുകൾ പഠിക്കാന്നുള്ളതേ ഉള്ളൂ. ഖാസി ആൻഡ് ജൈൻഷ്യ ഹിൽസ് ഇൻ മേഘാലയ, ആരവല്ലി ഹിൽസ് ഓഫ് രാജസ്ഥാൻ, വെസ്റ്റേൺ ഗട്ട്സ് റീജിയൻ ഓഫ് ടെക്സ്റ്റുകൾ പഠിക്കുക, കർണാടക, കേരള, മഹാരാഷ്ട്ര, സർഗുജ, ചാന്ദ ആൻഡ് ബസ്താർ ഏരിയാസ് ഓഫ് മധ്യപ്രദേശ്. ഇനി അതേപോലെ സാക്രഡ് വാട്ടർ ബോഡി, പുണ്യ നദികൾ അല്ലെങ്കിൽ പുണ്യ ജലാശയങ്ങൾ, അതാണ് മോർ കറക്റ്റ്. നദികൾ നമുക്കറിയാം, പമ്പ പുണ്യ നദിയാണ്, ഗംഗ പുണ്യ നദിയാണ്, യമുന പുണ്യ നദിയാണ്, ഏറ്റവും പൊല്യൂട്ടഡ് ആണ്. പക്ഷെ ഒരു പരിധി വരെ അതിനും ഒരു റിലീജിയസ് സാങ്ക്ടിറ്റി ഉള്ളത് കൊണ്ട് ആൾക്കാർ അത് പെട്ടെന്ന് ചീത്തയാക്കാൻ നോക്കാറില്ല, ബാക്കി നദികളെ പോലെ. ക്ഷേത്രക്കുളങ്ങൾ, അവിടെ പല വെറൈറ്റി മീനുകൾ കാണും. നമ്മളാരും അതിനെ തോട്ട വെച്ച് പൊട്ടിക്കാനോ പിന്നെ കറി വെക്കാൻ പിടിച്ചുകൊണ്ട് ഒന്നും ചെയ്യത്തില്ല. അത് ആ ഒരു വിശ്വാസം കൊണ്ടാണ്. അമ്പലക്കുളങ്ങളും ഉണ്ട്, പള്ളിക്കുളങ്ങളും ഉണ്ട്, അതാ ഉദ്ദേശിച്ചിരിക്കുന്നത്. കണ്ടോ, സെവറൽ വാട്ടർ ബോഡീസ് ആർ കൺസിഡർഡ് ആസ് സാക്രഡ് ബൈ ദ പീപ്പിൾ ആൻഡ് നോൺ ആസ് സാക്രഡ് വാട്ടർ ബോഡി. ദേ ഹെൽപ്പ് ഇൻ ദ പ്രൊട്ടക്ഷൻ ഓഫ് അക്വാട്ടിക് ഫ്ലോറ ആൻഡ് ഫോണ. അക്വാട്ടിക് ആയിട്ടുള്ള ഫ്ലോറ ഫോണ പ്രൊട്ടക്ട് ചെയ്യാൻ സഹായിക്കും. അത്തരം സിക്കിമിലുള്ള ഒരു നദി, ഒരു തടാകം, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. കച്ചിയോ പാൽറി ലേക്ക് ഓഫ് സിക്കിം ഈസ് ദ മേജർ സാക്രഡ് വാട്ടർ ബോഡി ഇൻ ഇന്ത്യ. ഓക്കെ. അതേപോലെ നമ്മുടെ അമൃത്സറിൽ ചെന്ന് കഴിഞ്ഞാൽ അറിയില്ലേ, ഗോൾഡൻ ടെമ്പിൾ നിൽക്കുന്ന ആ ഒരു ഭയങ്കര റിലീജിയസ് സാങ്ക്ടിറ്റി ഉള്ളതാ ആ ഒരു കുളം. അവിടെ ആൾക്കാർ മുങ്ങാറുണ്ട്. എന്തിനാ? അതിനകത്ത് മുങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ രോഗങ്ങളൊക്കെ മാറും എന്നുള്ള വിശ്വാസമുണ്ട്. ഓക്കെ, അത് വിശ്വാസമാണെങ്കിലും കുറെയൊക്കെ നികത്താതെ പ്രൊട്ടക്ട് ചെയ്ത് പോകുന്നത് ആ ഒരു ഇതുകൊണ്ടാണ്. ഓക്കെ, നമുക്കാണേലും ഇപ്പം കുളം നികത്താനൊന്നും പാടില്ല, അത് ഉണ്ടല്ലോ. അത് കൺസേർവ് ചെയ്യാനാണെങ്കിൽ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഒരുപാട് സപ്പോർട്ട് കിട്ടുകയും ചെയ്യും. ഇനി എക്സിറ്റീവ് കൺസർവേഷൻ സ്ട്രാറ്റജി, the protection of biodiversity by which the threatened animals and plants are taken out from their natural habitat and placed in special setting where they can be protected and given special care is called ex-situ conservation. ഒന്നുമില്ല, plants and animals are taken from their natural habitat and protected somewhere else. അതാണ് ഏത്? ex-situ conservation. പുറത്തു കൊണ്ടുവന്ന് പ്രൊട്ടക്ട് ചെയ്യുക. അതിന് എക്സാമ്പിൾ അറിയാമല്ലോ, സുവോളജിക്കൽ പാർക്ക്, ബൊട്ടാണിക്കൽ ഗാർഡൻ. സുവോളജിക്കൽ പാർക്ക്, സൂ, ബൊട്ടാണിക്കൽ ഗാർഡൻ പറയേണ്ട കാര്യമില്ല, ഫസ്റ്റ് ഇയർ പഠിച്ചതാ. അതുപോലെ സഫാരി പാർക്ക്, സഫാരി പാർക്ക് ഓർത്താൽ മതി. നെയ്യാറ് ലയൺ സഫാരി പാർക്ക്, അവിടെ നെയ്യാറ് കേരളത്തിലെ സ്ഥലം. നമുക്കറിയാം ഇന്ത്യയിൽ നാച്ചുറൽ ആയിട്ട് ലയൺ ഉള്ളത് ഗീർ ഫോറസ്റ്റ് മാത്രമാണ്. അവിടെ നിന്ന് ഒരു 7-8 എണ്ണത്തിനെ കൊണ്ടുവന്ന് നമ്മുടെ ഈ നെയ്യാറ് ഡാമിന്റെ ക്യാച്ച്മെന്റ് ഏരിയക്ക് ഇപ്പുറത്ത് ചെറിയൊരു കാട്ടിന് ചുറ്റും മതിൽ കെട്ടി ഒരു 7-8 സിംഹത്തിന് അവിടെ ഇട്ട് നമ്മളെ വണ്ടിക്കകത്ത് കൊണ്ടുപോയി അതിനെ കാണിച്ചു തരും. അതും എക്സിറ്റു ആണ്, തെറ്റരുത്. നാഷണൽ പാർക്ക് ഇൻസിറ്റു, സഫാരി പാർക്ക് എക്സിറ്റു കൺസർവേഷൻ. സീഡ് ബാങ്ക്സ് അഥവാ ജീൻ ബാങ്ക്, ടിഷ്യൂ കൾച്ചർ പ്രൊപ്പഗേഷൻ ആൻഡ് ക്രയോ പ്രിസർവേഷൻ. ക്രയോ പ്രിസർവേഷൻ ഒന്ന് ഓർത്തിരിക്കുക, -196 ഡിഗ്രി സെൽഷ്യസ്, -196 ഡിഗ്രി സെൽഷ്യസിൽ ലിക്വിഡ് നൈട്രജനിൽ ഏതെങ്കിലും വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ ഒക്കെ നടത്താൻ പറ്റുന്ന ഭാഗങ്ങൾ സംരക്ഷിക്കപ്പെടുന്നതിന് പറയുന്ന പേരാണ് ക്രയോ പ്രിസർവേഷൻ. അപ്പൊ ഇത് പേര് മാത്രം ഓർത്താൽ മതി. സൂ, ബൊട്ടാണിക്കൽ ഗാർഡൻ, സഫാരി പാർക്ക്,
ടിഷ്യൂ കൾച്ചർ, ജീൻ ബാങ്ക് ഓർ സീഡ് ബാങ്ക് ആൻഡ് ക്രയോ പ്രിസർവേഷൻ. 6 ഇതിനകത്തുണ്ട്. ഇനി ഇന്റർനാഷണൽ എഫേർട്സ് ഫോർ കൺസർവിംഗ് ബയോഡൈവേഴ്സിറ്റി. ഇന്റർനാഷണൽ എഫേർട്സ് എന്തൊക്കെയാണെന്ന് ബയോഡൈവേഴ്സിറ്റി കൺസേർവ് ചെയ്യാൻ 2 എർത്ത് സമ്മിറ്റ് ആണ് നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, മെയിൻ ആയിട്ട് എർത്ത് സമ്മിറ്റ് 1992 റിയോ ഡി ജനീറോയിലാണ് നടന്നത്, ബ്രസീൽ 1992. റിയോ 92 എന്നറിയപ്പെടുന്നത് ദിസ് ഹിസ്റ്റോറിക് കൺവെൻഷൻ ഉണ്ടോ. ഇറ്റ് വാസ് എൻ ഇന്റർനാഷണൽ ഹിസ്റ്റോറിക് കൺവെൻഷൻ held at Rio de Janeiro, Brazil in 1992. The main outcome of the conference was a convention on biodiversity. ബയോഡൈവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട് ഭയങ്കര ഒരു സമ്മേളനം നടന്നു. ഇറ്റ് കെയിം ഇൻ ടു ഇഫക്ട് ഓൺ 29th December 1993. Okay, the key objective of the convention are conservation of biological diversity and sustainable use of biodiversity. അതായത് നല്ല ബുദ്ധിപൂർവ്വം ബയോഡൈവേഴ്സിറ്റി യൂസ് ചെയ്യുക, ബയോഡൈവേഴ്സിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് എർത്ത് സമ്മിറ്റിന്റെ ലക്ഷ്യം. The Earth Summit 2002. രണ്ടാമത്തത് The Second World Summit on Sustainable Development was held in Johannesburg, South Africa in 2002. ഓരോ 10 വർഷം കൂടുമ്പോഴാണ് നടന്നത്. തേർഡ് എർത്ത് സമ്മിറ്റ് നടക്കാൻ എന്താന്ന് ചോദിച്ചാൽ അത് 2012 നടക്കേണ്ടതാണ്. പക്ഷെ ഇതിനൊരു വിശേഷണം കൊടുത്തു 2002. ഇറ്റ് ഇസ് ദ ലാസ്റ്റ് ചാൻസ് ടു സേവ് ദ പ്ലാനറ്റ്. അതായത് ഭൂമിയെ രക്ഷിക്കാനുള്ള അന്തിമ ശ്രമം 5-6 വട്ടം നടക്കാൻ പറ്റത്തില്ലല്ലോ, അതുകൊണ്ട് ഒരു വട്ടം കണ്ടോ. 190 രാജ്യങ്ങളാണ് ഈ സമ്മിറ്റിൽ, ഈ ഭൗമ ഉച്ചകോടി അതാണ് അറ്റൻഡ് ചെയ്തത്. ആൻഡ് പ്ലഡ്ജ്ഡ് ടു റെഡ്യൂസ് ദ കറന്റ് റേറ്റ് ഓഫ് ബയോഡൈവേഴ്സിറ്റി ലോസ് അറ്റ് ഗ്ലോബൽ, റീജിയണൽ ആൻഡ് ലോക്കൽ ലെവൽസ് ബൈ 2010. എന്നിട്ട് അവരൊരു ഉടമ്പടി ഒപ്പിട്ടു. അതിൽ പറയുന്ന എന്താ, 2002 8 വർഷത്തിനുള്ളിൽ 2010 ജൈവ വൈവിധ്യം ലോക്കലി, റീജിയണലി, ഗ്ലോബലി നഷ്ടപ്പെടുന്നത് നമ്മൾ ഇല്ലാണ്ടാക്കും. അതുകൊണ്ട് തന്നെയാണ് 2010 എന്തായിട്ട് ആചരിച്ചത്, വേൾഡ് ബയോഡൈവേഴ്സിറ്റി ഇയർ. ഏതൊരു എൻട്രൻസിന് ചോദിച്ചിട്ടുണ്ട്. ലോക ജൈവ വൈവിധ്യ വർഷമായിട്ട് ആചരിക്കപ്പെട്ടത് 2010. ഓക്കെ, പിന്നെ നമുക്കറിയാം കുറെ ലോക്കൽ ആയിട്ടുള്ള എഫേർട്സ് ഉണ്ട്. NBA നർമ്മദ ബച്ചാവോ ആന്തോളൻ, നർമ്മദ നദിക്കെതിരെ കുറുകെയുള്ള അതായത് സർദാർ സരോവർ പ്രോജക്റ്റിന്റെ ഹൈറ്റ് കൂട്ടുന്നതിന് എഗെയിൻസ്റ്റ് ആയിട്ട് ലീഡർ ആരാ, മേധാ പട്കർ. നമ്മുടെ ഒരു എൻവയോൺമെന്റലിസ്റ്റ് അടുത്ത് മരിച്ചുപോയി, ഒരു കവയത്രി ആയിരുന്നു സുഗതകുമാരി ടീച്ചർ, അറിയാമല്ലോ. അപ്പൊ ഇത് നർമ്മദ ബച്ചാവോ ആന്തോളൻ, മേധാ പട്കർ. പിന്നെ നമ്മളുടെ ബുക്കർ പ്രൈസ് വിന്നർ അരുന്ധതി റോയ് ഒക്കെ ഇതിന്റെ ഒരു ഭാഗമായിട്ടുണ്ടായിരുന്നു. കരിമണൽ ഖനനത്തിനെതിരെ പ്രസംഗിക്കാൻ നമ്മുടെ ഈ ആറാട്ടുപുഴ ഏരിയയിൽ ഈ സ്ത്രീ വന്നിട്ടുണ്ട്, മേധാ പട്കർ. അതുപോലെ ചിപ്കോ മൂവ്മെന്റ് ആരാ ലീഡർ, സുന്ദർലാൽ ബഹുഗുണ ലീഡർ ഓഫ് ചിപ്കോ മൂവ്മെന്റ്. മരം ഒരു വരം, അറിയില്ലേ. എക്കണോമി ബയോഡൈവേഴ്സിറ്റി ഇസ് ദ പെർമനന്റ് എക്കണോമി എന്നൊക്കെ പറഞ്ഞ അതിന്റെ മോട്ടോ. മരങ്ങൾ വെട്ടാൻ വരുമ്പോൾ മരങ്ങളെ കെട്ടിപ്പിടിക്കുന്ന ഒരു മൂവ്മെന്റ്, അതാണ് ചിപ്കോ മൂവ്മെന്റ്, സുന്ദർലാൽ ബഹുഗുണ. അതുപോലെ നമ്മുടെ കുറെ ഓർഗനൈസേഷൻ ഉണ്ട്. IBWL ഇന്ത്യൻ ബോർഡ് ഫോർ വൈൽഡ് ലൈഫ്, WPSI വൈൽഡ് ലൈഫ് പ്രിസർവേഷൻ സൊസൈറ്റി ഓഫ് ഇന്ത്യ ഉണ്ടോ. ഇന്റർനാഷണൽ ലെവലിലുള്ളതാണ് WWF വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചർ. ജയിന്റ് പാണ്ഡെയാണ് ഇതിന്റെ എംബ്ലം. WWF വേൾഡ് റെസ്ലിംഗ് ഫൗണ്ടേഷൻ അല്ല, വേൾഡ് വൈഡ് WIDE വൈഡ് ഫണ്ട് ഫോർ നേച്ചർ. ഇറ്റ്സ് എംബ്ലം ഈസ് ജയിന്റ് പാണ്ഡ. അങ്ങനെ ഒരുപാട് ഇന്റർനാഷണൽ നാഷണൽ ഓർഗനൈസേഷൻ ഉണ്ട്. അത് ഒഫീഷ്യൽ ആയിട്ടുള്ള ഉണ്ട്, NGOs നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷന്റെ ഒക്കെ കാണപ്പെടുന്നുണ്ട്. ഇതിൽ ഓർക്കേണ്ടത് ഇൻസിറ്റു ആൻഡ് എക്സിറ്റു കൺസർവേഷൻ. ഇതോടെ ഈ ചാപ്റ്റർ തീർന്നു. താങ്ക് യു.